ഇനി എങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തെ ഞാൻ മുന്നോട്ട് നയിക്കണം? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. യു മസ്റ്റ് വെയിറ്റ് ആൻഡ് പ്രേ ഇൻ ജെറൂസലേം. അതായത് സഹിച്ച മണ്ണിൽ, കണ്ണുനീര് നിറഞ്ഞ മണ്ണിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറന്നിറങ്ങും. ഹല്ലേലൂയാ. നീ സഹിച്ച, നീ കണ്ണുനീര് കുടിച്ച ആ മണ്ണിൽ തന്നെ നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നീ അനുഭവിക്കും. ജെറുസലേമിൽ പോണം. ഈ ജെറുസലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് നിന്റെ വീട്. അതേന്ന് അല്ലയോ ഗലീലരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? കണ്ടോ കണ്ടോ കണ്ടോ, ശിഷ്യന്മാരുടെ നിപ്പെന്നറിയാവോ? അവരിങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നു അല്ലേ? ചില സമയത്തുണ്ടല്ലോ, ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ നിപ്പ അല്ലെന്ന്. അവര് പ്രാർത്ഥിച്ചത് ബിസിനസ് നടക്കാനാണോ? അല്ലെന്ന്. അവര് പ്രാർത്ഥിച്ചത് ഒരൊറ്റ വിഷയം. ഏതാ വിഷയം? ഒന്ന് മാറി നിൽക്കണം, വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം. ചിലരുടെ ചിന്ത, അച്ഛാ വീട്ടിൽ നിന്ന് ഞാൻ മാറി നിന്നാൽ വീടിന്റെ താളം തെറ്റിപ്പോവും. തെറ്റട്ടെ, എന്ത് തെറ്റാനാ? ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു, ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. എല്ലാവരും പാടൂ. സഹായകൻ. ആരാ ഈ സഹായകൻ? വാ തുറന്നു പറയൂ. പരിശുദ്ധാത്മാവാണ് സഹായകൻ. ഹല്ലേലൂയാ. മന്ത്രവാദത്തിനാണോ നിന്റെ ഉള്ളിലുള്ളതിനാണോ ശക്തി കൂടുതൽ? പറ പറ. ചങ്ങലയ്ക്ക് കിടക്കുക. ഒന്ന് രണ്ട് കരങ്ങൾ ഇങ്ങനെ പിടിച്ച് ചങ്ങലയിൽ ഇങ്ങനെ കിടക്കുക. എന്നിട്ടൊന്ന് കണ്ണടച്ച്. ആഹാ, കൈവക്കാതെ തന്നെ ഞാൻ കണ്ണടച്ചിരിക്കുമായിരുന്നല്ലോ അച്ഛാ, അല്ലേ? ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം എന്നിൽ നിറയപ്പെടട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോളൂ. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? ഇനി എന്ത്? കാരണം ധ്യാനം കൺവെൻഷൻ ഇന്നത്തെ കൊണ്ട് തീരുവാണ്. ഇനി എന്ത്? ഇനി എന്ത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, ഇനി എന്ത്? ഇനി എന്ത്? ഇങ്ങോട്ട് നോക്കിക്കേ. അതായത് നമ്മുടെ ആത്മീയ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് നയിക്കണം, എങ്ങനെ ആയിരിക്കണം എൻ്റെ മുമ്പോട്ടുള്ള ജീവിത വഴികൾ? ചില കാര്യങ്ങൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാനും നിങ്ങളും പഠിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, ഇനി എങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തെ ഞാൻ മുന്നോട്ട് നയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനു വേണ്ടി നമ്മൾ എടുത്തു വായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 ദൈവവചനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം. ബൈബിളും തുറന്നേ. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 4. നമുക്ക് വളരെ പരിചിതമായ വചനമാണ്. ബൈബിൾ തുറക്കുന്നു, ഉച്ചത്തിൽ വായിച്ചോണേ. ബൈബിളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളവർ ഒത്തിരി പേരുണ്ട്. ബൈബിൾ ഇല്ലാത്തവര് ശ്രദ്ധിച്ച് ഈ വചനം കേട്ടോണം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാ നമ്മൾ പഠിക്കാൻ പോവാണ്. വായിച്ചോളൂ. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ആ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒന്ന് ഏറ്റുപറയാലോ. അപ്പസ്തോല പ്രവർത്തനം. ഉച്ചത്തിൽ പറഞ്ഞേ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനം. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഈശോ ആരോടാ പറഞ്ഞേ? ശിഷ്യന്മാരോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. യു മസ്റ്റ് വെയിറ്റ് ആൻഡ് പ്രേ ഇൻ ജെറൂസലേം. നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്. എവിടെ വിട്ടു പോകരുത്? ജെറൂസലേം വിട്ടു പോകരുത്. നിങ്ങൾ എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം
പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. യു മസ്റ്റ് വെയിറ്റ് ആൻഡ് പ്രേ ഫോർ ഹോളി സ്പിരിറ്റ്. പിതാവിൽ നിന്നും വരുന്ന ഞാൻ പറഞ്ഞ വാഗ്ദാനം അത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. പറഞ്ഞേ, പരിശുദ്ധാത്മാവിന് വേണ്ടി അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, കൈപിടിച്ചോണ്ട് പറഞ്ഞേ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പൊ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എവിടം വിട്ടു പോകരുത്? ജെറൂസലേം വിട്ടു പോകരുത്, ജെറൂസലേം വിട്ടു പോകരുത്. അതെന്താ കാരണം? നിങ്ങൾ വീട്ടിൽ പോയിരുന്നു പ്രാർത്ഥിച്ചോ, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. ഈശോ പറഞ്ഞു, നിങ്ങൾ ഈ ജെറൂസലേം എന്ന നഗരം വിട്ടു പോകരുത്. എന്താണാവോ ജെറൂസലേമിന്റെ പ്രത്യേകത? എന്താ പ്രത്യേകത അറിയാവുന്നൊക്കെ പറഞ്ഞേ. എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? എന്താ പ്രത്യേകത? ജെറൂസലേം, ജെറൂസലേം, ജെറൂസലേം. ഈ ജെറൂസലേം ദൈവം വസിക്കുന്ന സ്ഥലം. ദൈവികമായ അന്തരീക്ഷം വിട്ടു പോകരുതെന്ന വാഗ്ദാനമുണ്ട്. ദേ ഇവിടെ ശ്രദ്ധിച്ചേ. ഇപ്പോൾ ഇവിടെ ഈശോ പറയുമ്പോൾ ഈ ജെറൂസലേം എന്ന മണ്ണിൽ ചില കാര്യങ്ങൾ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നടന്നു. എന്താ നടന്നത്? അവിടെ ഈശോ സഹിച്ചു, കുരിശും ചുമന്നു കൊണ്ടുപോയി. ഈശോ കുരിശിൽ മരിച്ച ഇടമാണ് ജെറൂസലേം എന്ന് പറഞ്ഞാൽ സഹനത്തിന്റെ മണ്ണാണ്, കണ്ണുനീരിന്റെ മണ്ണാണ്. സോ ഈ മണ്ണ് വിട്ടു പോകരുത്. നീ സഹിച്ച ഈ മണ്ണ് വിട്ടു പോകരുത്. കണ്ണുനീര് നിറഞ്ഞ് ഈ സ്ഥലം വിട്ട് ഓടിപ്പോകരുത്. നമ്മുടെ ഒരു പ്രത്യേകത എന്നാന്നറിയാവോ? എവിടെ സഹനമുണ്ടോ അപ്പ അവിടെ വിട്ടുപൊക്കളയും, എവിടെ കണ്ണീരുണ്ടോ അപ്പ അവിടെ വിട്ടുപൊക്കളയും. അതൊരു മാനുഷികമായ സഹജമായ വാസനയാണ്. ഈശോ പറയുന്നത് എന്താണെന്നറിയാവോ? അങ്ങനെ ഓടരുത്. കാരണം നീ ഇങ്ങനെ സഹിച്ച ഈ മണ്ണിൽ കാത്തിരുന്നു പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവ് പറന്നിറങ്ങും. നാളുകൾക്ക് ശേഷം ഈ വചനം പിന്നീട് സംഭവിച്ചു. എങ്ങനെ? പന്തക്കുസ്താ ദിനത്തില് അവര് പ്രാർത്ഥിച്ച ആ മണ്ണിലേക്ക് ഒരു കാറ്റടിച്ചു. അതായത് സഹിച്ച മണ്ണിൽ, കണ്ണുനീര് നിറഞ്ഞ മണ്ണിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറന്നിറങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ നീ സഹിക്കുന്നുണ്ടെങ്കിൽ നീ എവിടെ പോയിരുന്നു പ്രാർത്ഥിക്കണം? അപ്പുറത്തെ വീട്ടിൽ പോയിരുന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. സഹിക്കുന്ന നിന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ വീട്ടിൽ ആര് പ്രവർത്തിക്കും? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓടിപ്പോകരുത്, ഇട്ടിട്ട് പോകരുത്, ഇട്ടിട്ട് പോകരുത്. ഇപ്പൊ ഒരു സ്ത്രീ സഹിക്കുന്നത് ഭർത്താവിൽ നിന്നാണെന്ന് കരുതുക. സ്വാഭാവികമായ വാസന എന്താണ്? കുറെ നാള് സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നു. ഇയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇയാളുടെ ഈ സ്വഭാവ രീതികളോട് എനിക്ക് ചേരാൻ ഇഷ്ടമില്ല. ഓടിപ്പോകരുത്, ഇട്ടിട്ട് പോകരുത്. ഇത് ഭാര്യമാര് മാത്രമല്ല, ഇവിടെ ഓരോരുത്തരും ശ്രദ്ധിച്ചോണം. ഇട്ടിട്ട് പോകരുത്. കാരണം എന്നറിയാവോ? നീ സഹിച്ച, നീ കണ്ണുനീര് കുടിച്ച ആ മണ്ണിൽ തന്നെ നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നീ അനുഭവിക്കും. വിശ്വസിക്കുന്നവർ വലതകരം ഉയർത്തൊച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. നീ എവിടെയാണോ സഹിച്ചത്, നീ എവിടെയാണോ കരഞ്ഞത്, നീ എവിടെയാണോ ഒറ്റപ്പെട്ടത്, അവിടെ തന്നെ ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. നീ കരഞ്ഞ ആ സ്ഥലത്ത് തന്നെ, നീ ഒറ്റപ്പെട്ട, അവഗണിക്കപ്പെട്ട, നിന്റെ ഉറക്കം നഷ്ടപ്പെട്ട, അപമാനിക്കപ്പെട്ട അവിടെ തന്നെ ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഈ ശുശ്രൂഷ സമയത്ത് അങ്ങോട്ട് ഏറ്റെടുത്തോ. ഏതെങ്കിലും തരത്തിൽ അവഗണനയും ഒറ്റപ്പെടലും അപമാനവും ഉറക്കമില്ലായ്മയും ഭാരവും കണ്ണുനീരും ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? അവിടെ തന്നെ മുറുകെ പിടിച്ചു നിന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നീ അനുഭവിക്കും. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് ആമേൻ, 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 ആമേൻ. ഇനി ശ്രദ്ധിച്ചേ. ഈശോ ശിഷ്യന്മാരോട് കൊച്ചുവർത്തമാനം പറഞ്ഞു എന്നല്ല, ഈശോ അവരോട് കൽപ്പിച്ചു എന്നാണ്. ഈശോ എന്ത് ചെയ്തു? കൽപ്പിച്ചു. ഒരു ഓർഡറാണ്, വേറെ വഴികളൊന്നുമില്ല, ഇത് ചെയ്തേ പറ്റൂ. ഇവിടെ ഇരിക്കുന്ന നമ്മള് ഈ ശിഷ്യന്മാരുടെ അവസ്ഥയിലാണ്. നമുക്കും വേറെ വഴികളില്ല, ഒറ്റ വഴിയേ ഉള്ളൂ.
നിന്റെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ ഇങ്ങ് ചേർത്ത് പിടിക്കണം. രണ്ടാമത്തെ വചനം ഒന്ന് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 8. ഈ രണ്ട് വചനങ്ങളും പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടൊന്നെടുത്ത് വായിച്ചേ. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. 1-ാം അധ്യായം 8-ാം തിരുവചനം അറിയാവുന്ന വചനാണല്ലോ. ഒച്ചത്തി വായിച്ച് കേൾക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എവിടെയൊക്കെയാണ് നീ സാക്ഷിയാകാൻ പോകുന്നത്? പറഞ്ഞേ. ഒന്നാമത്തെ സ്ഥലം ജെറുസലേം. പറഞ്ഞേ, എവിടെയാ? ജെറുസലേം. എവിടെയാ ജെറുസലേം? എവിടെയാ ജെറുസലേം? പാസ്പോർട്ട് ഉണ്ടോ? ഇല്ലേ? ജെറുസലേമിൽ പോകണ്ടേ? ഇപ്പൊ വിസ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ജെറുസലേമിലേക്ക്, അല്ലേ? ഒന്നാമത് ഗൾഫ് മേഖലയൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെ ജെറുസലേമിൽ പോകും? ഈശോ പറഞ്ഞു ജെറുസലേമിൽ പോകണമെന്ന്. ഇതെങ്ങനെ പോകും അച്ഛാ? നടക്കാൻ പോലും മേലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. പിന്നെയാണ് ജെറുസലേമിൽ പോണത്. ജെറുസലേമിൽ പോണം. ഈ ജെറുസലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് നിന്റെ വീട്. അതേന്ന് ഈ ജെറുസലേം ദൂരെ എങ്ങും അല്ല, പാസ്പോർട്ട് എടുത്ത് പോകേണ്ട ഒരു ഭൂപ്രദേശമല്ല, മറിച്ച് എൻ്റെ വീട്, എൻ്റെ വീട്, അതാണ് ജെറുസലേം. ജെറുസലേം എന്നാൽ എൻ്റെ വീട്. പറഞ്ഞേ, ജെറുസലേം എന്നാൽ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണം, നിന്റെ സാക്ഷ്യ ജീവിതം ആരംഭിക്കേണ്ടത് എവിടെയാ? എവിടെയാ? പറ. നിന്റെ വീട്ടിലാണെന്ന്. വല്ലാത്ത കഷ്ടപ്പാടാണ്. എന്തിന്? വീട്ടിൽ സാക്ഷ്യം കൊടുക്കാൻ വല്ലാത്ത കഷ്ടപ്പാടാ. നാട്ടിൽ സാക്ഷ്യം കൊടുക്കാൻ എളുപ്പാ. ചിലരെ കണ്ടിട്ടില്ലേ? ഉണ്ടെന്ന്. ആരെയും കുറ്റപ്പെടുത്താനല്ല. രാവിലെ മുതൽ നാട് നന്നാക്കാൻ ഇറങ്ങും. വീട്ടിലെ കാര്യം അതോ ഗതി. അതെന്താ അങ്ങനെ? അത് എളുപ്പാന്ന്. ചിലർ രാവിലെ മുതൽ നാട് നന്നാക്കാൻ ഇറങ്ങും. അത് രാഷ്ട്രീയ പ്രവൃത്തി മാത്രമൊന്നുമല്ല കേട്ടോ, ഏത് മേഖലയിലും ഉണ്ട്. നാട് നന്നാക്കാൻ ഇറങ്ങും, രാവിലെ മുതൽ ഇറങ്ങും. സ്വന്തം വീട്ടിലെ കാര്യം വളരെ അധോഗതി. നീ ആദ്യം നാട് നന്നാക്കുന്നതിന് മുമ്പ് നീ ആദ്യം എവിടെ ശരിയാക്കണം? നിന്റെ വീട്, എൻ്റെ വീട് ശരിയാക്കണം. ഞാൻ താമസിക്കുന്ന ഇടത്തിൽ ആദ്യം ശുശ്രൂഷ ആരംഭിക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, നിന്റെ വീട്ടിൽ നീ ശുശ്രൂഷ ആരംഭിക്കണം. നിന്റെ വീട്ടിൽ നീ ശുശ്രൂഷ ആരംഭിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വല്ലാത്ത കഷ്ടപ്പാടാണ്. ശ്രദ്ധിച്ചോണം. കാരണം നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ സ്വഭാവം നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് വല്ലാത്ത കഷ്ടപ്പാടാണ്. നാട്ടിലാണ് കുഴപ്പമില്ലല്ലോ. നമ്മളൊക്കെ നടക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ വിചാരം അവർക്കൊക്കെ നമ്മളെക്കുറിച്ച് ഇംപ്രഷൻ ഉണ്ടെന്ന്. അങ്ങനെയല്ല. വീട്ടില്, സ്വന്തം വീട്ടില് നമ്മുടെ സ്വഭാവം അറിയാവുന്നവരുടെ മുമ്പിൽ വേണം നമ്മുടെ ശുശ്രൂഷ ജീവിതം ആരംഭിക്കാൻ. അതാണ് ജെറുസലേം. രണ്ടാമതായിട്ട് പറയുന്നു യൂദയ. എവിടെയാ? യൂദയ. അതെവിടെയാ? ജൂഡയ. യൂദയ എന്ന് പറയുന്ന ഒരു ദേശം എന്നതിനേക്കാൾ ഉപരി ശ്രദ്ധിക്കേണ്ട കാര്യം, യൂദയ എന്ന് പറയുന്നത് നീ ജീവിക്കുന്ന ഈ പ്രദേശം, ഈ തൃശൂർ പ്രദേശം, ഇത് നിന്റെ യൂദയാണ്. നീ വീട്ടിൽ സാക്ഷി ജീവിതം ആരംഭിക്കണം. നെക്സ്റ്റ് ലെവല് നിന്റെ ഇടവക, നിന്റെ ദേശം, നിന്റെ ജില്ല, നിന്റെ സംസ്ഥാനം, നീ ആയിരിക്കുന്ന പ്രദേശത്ത് നീ ഒരു സാക്ഷി ജീവിതം ആയിരിക്കണം. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് വചനം പറയുന്നു സമരിയ. സമരിയ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സമരിയ എന്ന് പറയുന്ന ദേശത്തെക്കുറിച്ച് ബൈബിള് പഠിപ്പിക്കുന്നത് വിജാതിയർ. വിജാതിയർ, ദൈവത്തെക്കുറിച്ചും ദൈവകാര്യങ്ങളെക്കുറിച്ചും ഒട്ടുമേ അറിവില്ലാത്തവർ. അവരോട് നീ പറഞ്ഞു കൊടുക്കണം. അവരുടെ മുമ്പിൽ സുവിശേഷ ശുശ്രൂഷ ആരംഭിക്കണം. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നീ എനിക്ക് സാക്ഷിയാകും. എവിടെയൊക്കെയാണ്? എൻ്റെ വീട്ടിൽ, എൻ്റെ ദേശത്ത്, ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തവരുടെ മുന്നിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈശോ ഇത് ആരോടാ പറഞ്ഞത്? ആരോടാ പറഞ്ഞേ? ശിഷ്യന്മാരോട് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നിവർന്നിരുന്നേ, കണ്ണു തുറന്നേ, ഇങ്ങോട്ട് നോക്കിക്കേ. ദേ, ഈശോ ഇത് പറഞ്ഞു.
തൊട്ടടുത്ത വചനം ഒന്ന് വായിച്ചേ. തൊട്ടടുത്ത വചനം എന്തെഴുതിയിരിക്കുന്നത്? ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഉന്നതങ്ങളിലേക്ക് പോകുന്നു. ഉന്നതങ്ങളിലേക്ക് ഇതാ ഈശോ സംവഹിക്കപ്പെട്ടു. എല്ലാരും കൂടെ ഇങ്ങനെ മോളോട്ടൊന്ന് നോക്കിക്കേ. നോക്കുന്നു. ദേ പോകുന്നു. ഈശോ മോളിലേക്ക് പോകുന്നു. ദേ ഇങ്ങനെ നിൽക്കുക. ഇങ്ങനത്തെ ഒരു നിപ്പുണ്ട്. ഇതേത് നിപ്പാന്നറിയോ? അന്തം വിട്ട് നിൽക്കുന്ന നിപ്പ്. കറക്റ്റ്. ചില സമയങ്ങളിൽ ഇങ്ങനൊരു നിപ്പുണ്ട്. അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ദൈവമേ, ഇനി എന്നതാ? വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്ന് വായിച്ചേ. അതിന്റെ മുമ്പോട്ട് പോയി വായിച്ചു പോകുമ്പോഴത്തേക്ക് പ്രിയപ്പെട്ടവരെ, 1-ാം അധ്യായം 11-ാം വചനം വായിച്ച 11-ാം തിരുവചനം. നമ്മുടെയൊക്കെ ചില സമയത്ത് നിപ്പ് വചനം പഠിപ്പിക്കുക. 11-ാം വചനം. അല്ലയോ ഗലീലരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? കണ്ടോ ശിഷ്യന്മാരുടെ നിപ്പ് എന്നാ നിപ്പാന്നറിയാവോ? അവരിങ്ങനെ മോളിലേക്ക് നോക്കി നിൽക്കുന്നു അല്ലേ? ചില സമയത്തുണ്ടല്ലോ, ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ നിപ്പ ഇങ്ങനെ നിൽക്കും. ഇനിയിപ്പോ എന്നാ ചെയ്യാനാ? പോയി. ഈശോ പോയെന്ന്. ഈശോ അവസാനമായിട്ട് പറഞ്ഞത് എന്തും പറഞ്ഞോണ്ടാ പോയെ? എന്തും പറഞ്ഞിട്ടാ ഈശോ പോയെ? ഒറ്റ പോക്ക. ആ പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഈശോ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ പഠിച്ചത് ഏതാ? എടാ, നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ ശക്തി പ്രാപിക്കും. അതിനുശേഷം നീ സാക്ഷിയാകും. സോ യു മസ്റ്റ് വെയിറ്റ് ആൻഡ് പ്രേ ഫോർ ഹോളി സ്പിരിറ്റ്. ഇത് പറഞ്ഞിട്ട് ഈശോ പോയി. ശിഷ്യന്മാർ ഇങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുന്നു. ദേ വചനത്തിൽ എന്താ പറയുന്നത്? അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഹല്ലേലൂയാ. എടാ, നീ അന്തം വിട്ട് നീ എങ്ങോട്ടും നോക്കിയാ നിക്കണേന്ന്. ഇനി നീ എന്നാ ചെയ്യാൻ പോവാന്ന്? നിന്റെ ആ ഭാവി എന്താന്ന്? ഇനി എങ്ങനെ നീ ജീവിക്കുമെന്ന്? നിനക്ക് വല്ല എത്തും പിടിയും കിട്ടണുണ്ടോ എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. ചിലരുടെയൊക്കെ ജീവിത അവസ്ഥയിലുള്ള നിപ്പുണ്ടല്ലോ, ഒരെത്തും പിടിയും കിട്ടാതെയുള്ള ഒരു നിപ്പുണ്ട്. എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മുഖം. ജീവിത പങ്കാളി ഒരു ആക്സിഡന്റിൽ മരിച്ചു. അപ്രതീക്ഷിതമായ മരണം ഈ സ്ത്രീക്ക് താങ്ങാൻ പറ്റിയില്ല, ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റിയില്ല. വലിയ പ്രായമൊന്നുമില്ല, ചെറുപ്പാണെന്ന്. ശവസംസ്കാര സമയത്ത് ഈ സ്ത്രീ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നിട്ടില്ല. ഇങ്ങനെ ജീവച്ചവമായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ ഇരിപ്പ് കണ്ടാൽ അറിയാം, ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടാൻ പോകുന്ന ഹൃദയത്തോടു കൂടി ആ സ്ത്രീ ഇരിക്കുന്നത്. ശവസംസ്കാര ശുശ്രൂഷ സമയത്ത് ചെന്നപ്പോഴൊക്കെ ആ സ്ത്രീ കരയുന്നില്ല. മരിച്ച ഭർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ദേവാലയത്തിൽ സിമിത്തേരി ചെന്ന് ശവസംസ്കാരം നടത്തി മണ്ണിട്ട് മൂടിക്കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ പിരിഞ്ഞു പോകുന്നു. ഞാൻ ഈ സ്ത്രീയെ നോക്കിയപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ നിപ്പുണ്ട്. കരയുന്നില്ല, മറിച്ച് ഇങ്ങനെ ഒരു നിപ്പ. എൻ്റെ പ്രിയരെ, നാളുകൾ കഴിഞ്ഞിട്ടും ആ സ്ത്രീയുടെ ആ നിപ്പ് മാറിയിട്ടില്ലെന്ന്. എന്ന് പറഞ്ഞ സിമിത്തേരി നിൽക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഈ സ്ത്രീ ഇങ്ങനെ ഇരിക്കും, ഒന്നും മിണ്ടുന്നില്ല, ആരോടൊന്നും പറയുന്നില്ല. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ഇനി ജീവിതം മുന്നോട്ട് നീങ്ങേണ്ട ഈ സ്ത്രീയുടെ ഇരിപ്പിന്റെ അർത്ഥം എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്നാ ചെയ്യാനാ? ജീവിതം വിചാരിച്ച പോലെയൊന്നും അല്ല പോകുന്നത്. എല്ലാ കണക്കുകൂട്ടലും തെറ്റിയില്ലേ? എന്റെ സ്വപ്നങ്ങളെല്ലാം തീർന്നില്ലേ? ഇനി ഞാൻ എന്നാ ചെയ്യാനാ? ഇനി എന്നാ ജീവിത? ഇനി എങ്ങോട്ട് നോക്കും? ഇനി എങ്ങോട്ട് പോകും? ആരുണ്ട് കൂടെ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഇങ്ങനൊരു നിപ്പുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? ആർക്കെന്നെ മനസ്സിലാകും? ആരെന്റെ കൂടെ ഉണ്ടാകും? എന്റെ പ്രിയരെ, നിന്റെ ജീവിതത്തിൽ ഇതുപോലെയാണ് ഈ കൂടാരത്തിൽ നീ ഇരിക്കുന്നെന്ന് വിശ്വസിച്ചോണം. ഇനി എങ്ങനെ എന്റെ ആത്മീയ ജീവിതം മുന്നോട്ട് നീങ്ങണമെന്നറിയാമല്ലാതെ വിഷമിച്ചിരിക്കുമ്പോ നിന്റെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഈ മനസ്സിൻ്റെക്ക്, നിന്റെ ജീവിതത്തിന്റെ ഈ നാൽക്കവലയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുമ്പോ നിന്നെ ഉണ്ടല്ലോ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഒരാൾ കൂടെ വരും. ആരാന്നറിയോ? ആരാ അത്? പരിശുദ്ധ മറിയം.
ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം വചനം ഒന്ന് വായിച്ചേ. 11-ലാണ് നമ്മൾ കണ്ടത്. അതായത് അസ്വസ്ഥപ്പെട്ട് പതറി നിൽക്കുന്ന ശിഷ്യന്മാർ ഇനി എന്നാ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. 14-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 14. 14-ാം തിരുവചനം. ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവരുടെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അന്തം വിട്ട് നിൽക്കുന്ന ശിഷ്യന്മാരെ ആരാ ചേർത്ത് പിടിച്ചത്? പറയൂ, ആരാ ചേർത്ത് പിടിച്ചത്? അവിടെ ഒരമ്മയുണ്ടായിരുന്നു ചേർത്ത് പിടിക്കാൻ. ഇനി ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന ഓരോ മനുഷ്യന്റെ മുമ്പിലും ഈ ജപമാല നൽകുന്ന ബലം എന്നാന്നറിയാവോ? നിന്റെ ജീവിതത്തിൽ നീ അസ്വസ്ഥതപ്പെട്ട് പ്രാരാബ്ധങ്ങളുടെ നടുവിൽ ഇങ്ങനെ അന്തം വിട്ടിരിക്കുമ്പോ നീ ഇങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചെല്ലുമ്പോൾ നിനക്ക് കിട്ടുന്ന ബലം എന്താ? നിന്നെ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയാ. ശിഷ്യന്മാർ ജീവിതത്തിൽ പകച്ചുപോയ, അസ്വസ്ഥപ്പെട്ട, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരുന്ന ശിഷ്യന്മാരെ പരിശുദ്ധ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഹല്ലേലൂയാ. അങ്ങോട്ട് ശ്രദ്ധിച്ചേ. പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അതുങ്ങളെ എല്ലാരെയും അവിടെ ഇരുത്തി. പരിശുദ്ധ അമ്മ അവിടെ ഈ പകച്ചിരിക്കുന്ന ശിഷ്യന്മാരെ അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, എടാ മക്കളെ, നിങ്ങൾ വിഷമിക്കണ്ടടാ. എടാ നിങ്ങൾ വിഷമിക്കണ്ടെന്ന്. കാരണം എന്നാന്നറിയോ? എടാ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടല്ലേ മകൻ പോയത്. എന്ത് പറഞ്ഞിട്ടാ പോയത്? പരിശുദ്ധാത്മാവ്. എടാ പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ലടാ പത്രോസേ, എടാ മത്തായി, എടാ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ലടാ പറഞ്ഞിട്ട് പോയത്. അപ്പൊ അവന്മാരിങ്ങനെ തലയാട്ടുന്നുണ്ട്. ആ തലയാട്ടലിന്റെ അർത്ഥം എന്നാന്നറിയോ? ഇത് എന്നതാ ഈ സാധനം? പരിശുദ്ധാത്മാവ്. കാര്യം ശരിയാ, ഈശോ തന്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെന്നതാ ഈ സാധനം? ഞങ്ങൾക്ക് മനസ്സിലാവണില്ലെന്ന്. അതുങ്ങൾ പാപങ്ങള്, അതിങ്ങളിങ്ങനെ വിഷമിച്ചിങ്ങനെ തലയാട്ടുന്നുണ്ട്. ശരിയാ അമ്മേ, പരിശുദ്ധാത്മാവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്നതാ സാധനം? അപ്പോൾ മുമ്പിൽ നിൽക്കുക ആര്? പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ അവരുടെ മുമ്പിൽ നിന്നിട്ട് അവന്മാരോട് പറഞ്ഞ കാര്യം, മക്കളെ, എടാ നിങ്ങൾ വിഷമിക്കണ്ടടാ. കാരണം ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച ആളാണ് ആര്? ഞാൻ. പരിശുദ്ധ അമ്മ പറയാം, മക്കളെ, എടാ ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടടാ. ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാമെന്ന്. സോ യു ഡോണ്ട് വറി. പരിശുദ്ധാത്മാവിനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടെടാ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. അന്ന് തുടങ്ങിയ ഒരു ധ്യാനമുണ്ട്. ആരാ ധ്യാനം നടത്തിയെന്നറിയോ? ആരാ ധ്യാനം നടത്തിയത്? പരിശുദ്ധ അമ്മ. റിട്രീറ്റ് പ്രീച്ചറാണ് പരിശുദ്ധ അമ്മ. അന്ന് മുതൽ ഒരു ധ്യാനം തുടങ്ങി. എത്ര ദിവസത്തെ ധ്യാനം എന്നറിയോ? 10 ദിവസത്തെ ധ്യാനം. 10 ദിവസം പരിശുദ്ധ അമ്മ അവിടെ ഇരുന്ന ശിഷ്യന്മാരെ ഒരൊറ്റ കാര്യം പഠിപ്പിച്ചുള്ളൂ. എന്താണെന്നറിയോ? എടാ എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ പഠിപ്പിച്ചുവെന്ന് നിങ്ങൾക്കറിയോ എന്ന് പറഞ്ഞിട്ട് തന്റെ ജീവിതം മുഴുവൻ അവിടെ ഇരിക്കുന്ന അവന്മാരോട് പറഞ്ഞു പഠിപ്പിച്ചു. 10 ദിവസം ഇങ്ങനെ 10 ദിവസം അവരൊരുമിച്ചിരുന്ന് ഒരൊറ്റ മനസ്സോടുകൂടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, 10 ദിവസം കുത്തിയിരുന്ന് ഒരൊറ്റ വിഷയം അവര് പ്രാർത്ഥിച്ചത്. ഏത് വിഷയമാ? പരിശുദ്ധാത്മാവ്. അവര് പ്രാർത്ഥിച്ചത് കാനഡയ്ക്ക് എന്റെ മകൻ പോണം ആണോ? അല്ലെന്ന്. ജർമ്മനിക്ക് പോണം ആണോ? അല്ലെന്ന്. വിസ, സ്ഥലം വിൽപ്പന ആണോ? അവര് പ്രാർത്ഥിച്ച അതിനാണോ? ആണോ? അല്ലെന്ന്. അവര് പ്രാർത്ഥിച്ചത് ബിസിനസ് നടക്കാനാണോ? അല്ലെന്ന്. അവര് പ്രാർത്ഥിച്ചത് ഒരൊറ്റ വിഷയം. ഏതാ വിഷയം? പരിശുദ്ധാത്മാവ്. എന്റെ പ്രിയരെ, ഈ 10 ദിവസത്തെ പ്രാർത്ഥനയിൽ 10ാം ദിവസം പന്തക്കുസ്ത. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1-ാം തിരുവചനം ഒന്ന് വായിച്ചേ. നമുക്ക് വളരെ പരിചിതമായ വചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 1.
അപ്പസ്തോല പ്രവർത്തനം 2-ാം തിരുവചനം. ഏതാ വചനം? പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. എന്നിട്ട് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുനിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ആകാശത്ത് നിന്ന് ഒരു കാറ്റടിച്ചു. കാറ്റ് വിൻഡ് എക്സ്പീരിയൻസ്, കാറ്റടിക്കുന്ന അനുഭവം. കാറ്റിന് നമുക്കറിയാം ഒരു വശത്ത് നിന്ന് വന്ന് മറ്റേ വശത്തേക്ക് പോകേണ്ടത്. പക്ഷേ ബൈബിൾ പറയുന്നു അവര് കൂടിയിരുന്ന ആ കൂടാരത്തിന്റെ അകത്ത് ഒരു സൂപ്പർ നാച്ചുറൽ വിൻഡ്, അതിസ്വാഭാവികമായിട്ടുള്ളൊരു കാറ്റടിച്ചു. കാറ്റ് ഇങ്ങനെ ചലിപ്പിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വചനം വായിച്ചേ. കാറ്റടിച്ചു, അതിനുശേഷം അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. രണ്ടാമത്തെ എക്സ്പീരിയൻസ്, ഫയർ എക്സ്പീരിയൻസ്, തീയുടെ അനുഭവം. തീ കത്തുന്ന അഭിഷേകം. തീ ഇങ്ങനെ കത്തിപ്പടരാൻ തുടങ്ങും. തീ കത്താൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, 2 അനുഭവങ്ങൾ അന്ന് ആ ദൈവജനം അനുഭവിച്ചു. എത്ര പേര് അവരൊരുമിച്ച് കൂടിയെന്നാണ് ബൈബിൾ പഠിപ്പിക്കണമെന്നറിയോ? 120 പേര്. എത്ര പേര്? 120. ആരായിരുന്നു അവരുടെ റിട്രീറ്റ് പ്രീച്ചർ? ആരാ ധ്യാനം നടത്തിയത്? പറ. പരിശുദ്ധ അമ്മ 10 ദിവസം 120 പേരെ ഇരുത്തിക്കൊണ്ടൊരു ധ്യാനം നടത്തി. എന്തായിരുന്നു അവരുടെ ടോപ്പിക്ക്? വിഷയം എന്തായിരുന്നു? പരിശുദ്ധാത്മാവ് 10-ാം ദിവസത്തിൽ ഇവരുടെ മേൽ അതിശക്തമായ 2 അനുഭവം. ഒന്ന് തീ കത്തുന്ന അഭിഷേകം, 2 കാറ്റടിക്കുന്ന അഭിഷേകം. 4-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. 2-ാം അധ്യായം 4-ാം തിരുവചനം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 4. 2-ാം അധ്യായം 4-ാം വചനം വായിച്ചേ. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇത്രയുള്ളോ? അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ആദ്യം അവരുടെ നാവിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ശ്രദ്ധിക്കണേ. പരിശുദ്ധാത്മാവ് ആദ്യം ആരുടെ? ആ 120ഓളം പേരുടെ നാവിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ ആ വ്യക്തിയുടെ സംഭാഷണത്തെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചേർത്ത് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭാഷാവരത്തെ പഠിപ്പിക്കുമ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അനേക വരദാനങ്ങളുടെ ഒരു വാതിലാണ്, ഡോറാണ് ഭാഷാവരം എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്ന ഒരു ശുശ്രൂഷയാണ്. പലതരം ഉയർത്തൊച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ എന്റെ പ്രിയരെ, ഈ 120ഓളം പേര് അന്ന് സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അന്ന് മുതൽ ആദിമ ക്രൈസ്തവ ജീവിതത്തിന്റെ താളം അടിമുടി മാറി. ആദ്യത്തെ പന്തക്കുസ്ത, ഒരു പുതിയ പന്തക്കുസ്ത അന്നവർ സ്വീകരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ആരാണ് അവരെ ചേർത്ത് പിടിച്ചിരുത്തിയത്? പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുത്തിയിട്ട് അവര് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? പരിശുദ്ധാത്മാവിന് വേണ്ടി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നറിയോ? ചോദ്യം എന്തായിരുന്നു? ഇനി എന്ത്? നമ്മളും ചില വിഷയങ്ങളിൽ ഇങ്ങനെ അന്തോ കുന്തോ ഇല്ലാതെ അല്ലേ വിഷമിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുക, പ്രതിസന്ധിയില്ല. എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തം കിട്ടണില്ല. ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് അറിഞ്ഞുകൂടാ. എന്റെ ആത്മീയ അവസ്ഥ എങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് നീങ്ങണമെന്ന് അറിഞ്ഞുകൂടാ. ശ്രദ്ധിച്ചോളൂ, നീ ആര് തന്നെയാണെങ്കിലും, നിനക്ക് എത്ര വർഷം പ്രായമുണ്ടെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ എത്ര തകർക്കപ്പെട്ട അവസ്ഥയാണെങ്കിലും, നിന്റെ മുമ്പിൽ ഇന്ന് രാത്രി പരിശുദ്ധ അമ്മ നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു, മകനെ, മകളെ, നീ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കടാ.
പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കടാ. എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവിനാൽ നിനക്ക് ഒരു പുതിയ പന്തക്കുസ്ത ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഹല്ലേലൂയ. ഒരു രണ്ടാം പന്തക്കുസ്ത നമ്മുടെ തൃശ്ശൂരുകാർക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമുക്ക് വേണോന്ന് ഈ 2025 നീ ജീവിക്കുമ്പോൾ നിനക്ക് ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം വേണം. പ്രൈസ് ദി ലോർഡ്. ചിലരിത് കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലർ പറയും, അച്ഛാ ഞാൻ ഈ ധ്യാനമൊക്കെ കൂടാൻ തുടങ്ങിയിട്ട് കുറെ വർഷമായി അല്ലേ. ഇന്നലെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ 1997 ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പ്രമ്പലച്ചന്റെ കൂടെ ധ്യാന ശുശ്രൂഷ. ഞാൻ പറഞ്ഞു കൊള്ളാം. ഇപ്പോ അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കൊള്ളാം, നല്ല കാര്യം ചേട്ടാ. ഇത് 2025 ചേട്ടൻ ഈ ഡിവൈനിലോ പോട്ടയിലൊക്കെ വന്നിട്ട് അത് ഇപ്പൊ സമയമില്ല. ഞാൻ പറഞ്ഞത് പണ്ടത്തെ കാര്യമാണ്. ഞാൻ പറഞ്ഞു പണ്ടല്ലേ, 1997 അല്ലേ. ഇത് ഏതാ വർഷം? ഇത് 2025 ഈ കാലഘട്ടത്തിൽ നിനക്ക് 1997 അഭിഷേകം പോരെന്ന്. നിനക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം വേണം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ജെൻസിയെ കുറിച്ചൊക്കെ. ജാൻസി അല്ലത്, ജെൻസി. ഈ തലമുറയുടെ മക്കളോട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം വേണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഈ ചരിത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അന്ന് ധ്യാനം കൂടി, ഞാൻ പിന്നെ ധ്യാനം കൂടി, ഞാൻ അങ്ങനെ കൂടി, ആയിക്കോട്ടെ എന്ന്. എന്തു ആയിക്കോട്ടെ. നിങ്ങൾ എത്ര കൺവെൻഷൻ നടത്തിയിട്ടുണ്ടോ, എത്ര ധ്യാനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതല്ല വിഷയം. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോ ഈ ശുശ്രൂഷ സമയത്ത് ചോദിക്കട്ടെ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം നിനക്ക് വേണ്ടേ? അഭിഷേകം ഇല്ലെങ്കിൽ എന്തു പറ്റുമെന്നറിയോ? നമ്മൾ സംസാരിക്കാൻ മറ്റുള്ളവർക്ക് മനസ്സിലാവണില്ലെന്ന്. നമ്മൾ ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം, ഇന്നിന്റെ അഭിഷേകം എനിക്കും നിനക്കും വേണം. ഹല്ലേലൂയ. അതിന് നമ്മൾ തയ്യാറാവണം. അതിന് നമുക്കൊരു ആഗ്രഹം വേണം. അല്ലാതെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറിച്ച് എനിക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ. പണ്ടത്തെ അവസ്ഥയല്ല, സാഹചര്യങ്ങൾ, അന്തരീക്ഷം മാറി, ജീവിത ശൈലികൾ മാറി. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം എനിക്ക് വേണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞു, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം വേണം. അത് പറഞ്ഞു കൊടുക്കണം, നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഈ പഴയ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. ഞാനിത് ആരെയും കളിയാക്കാൻ പറഞ്ഞൊന്നുമല്ല, പക്ഷെ തിരിച്ചറിയണം, തലയ്ക്കകത്തോട്ട് കയറ്റണം. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഇടവക പള്ളിയിൽ ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് എന്നപ്പോ, ധ്യാനം കഴിഞ്ഞപ്പോ ഒരു കുടുംബം കാണാൻ നിൽക്കുന്നു. സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് ആ കുടുംബനാഥൻ എന്നോട് ചോദിക്കുക, അച്ഛാ ഈ പോട്ട ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ ധ്യാനങ്ങളൊക്കെ ഉണ്ടോന്ന്. ഞാൻ അവിടെ കിടന്ന് 2-3 മണിക്കൂറുകൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് മുഴുവൻ പോട്ട ആശ്രമത്തെ കുറിച്ചാണ്. എന്നോട് ചോദിക്കുക ആ ചേച്ചി, ഇപ്പൊ പോട്ട ആശ്രമത്തിൽ ധ്യാനമൊക്കെ ഉണ്ടോന്ന്. ഞാൻ ചോദിച്ചു, അതെന്നാ ചേച്ചി അങ്ങനെ ചോദിച്ചേ? അല്ല, ഈ കൊറോണയ്ക്ക് ശേഷം പൊതുവെ ഈ ധ്യാന മന്ദിരങ്ങളൊക്കെ അടഞ്ഞു കിടക്കുവാണല്ലോ. ഞാൻ പറഞ്ഞു, ചേച്ചി ഇതിപ്പോ 2025 ആയല്ലോ, ഏതെങ്കിലും ധ്യാന മന്ദിരം സന്ദർശിച്ചോ? അച്ചോ അങ്ങനെ പറയരുത്, ഞാൻ പോട്ടയിൽ വന്ന് അഭിഷേകം പ്രാപിച്ച ആളാ. അച്ഛനൊക്കെ വരുന്നതിന് മുമ്പ്. ഞാൻ പറഞ്ഞു, എനിക്ക് മുഴുവൻ മനസ്സിലായില്ല. അച്ഛോ അച്ഛനറിയോ, എനിക്കേ പണ്ട് പോളിയോ വന്ന് ഈ കാല് വളഞ്ഞുപോയി ചെറുപ്പത്തില്. എൻ്റെ അപ്പനും അമ്മയും എന്നെ എടുത്തോണ്ട് പോട്ട ആശ്രമത്തിൽ പോയി. അവിടുത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്തു. വളഞ്ഞിരുന്ന എൻ്റെ കാല് നേരെയാച്ച, ദേ ഈ കാല് കണ്ടോ? ആ ചേച്ചി എന്നോട് പറയും, ഈ കാല് കണ്ടോ അച്ഛാ, അന്ന് നേരെയായതാ. ഞാൻ ചോദിച്ചിട്ട് വർഷം എത്രയായി? ഇപ്പോ ഒരു 24-25. കൊള്ളാം. 25 വർഷം മുമ്പുള്ള ചരിത്രം പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, അതിനുശേഷം എന്നെങ്കിലും ഈ പോട്ട ആശ്രമത്തിൽ വന്നോ? അല്ല അച്ഛാ, അത് കഴിഞ്ഞിട്ട് പിന്നെ ജീവിതം തിരക്കല്ലേ അച്ഛാ. അച്ഛന് അറിയാമല്ലോ, ഭയങ്കര പ്രാരാബ്ധ അച്ഛാ, പ്രാരാബ്ധം. അത് ശരി, നീ പ്രാരാബ്ധത്തിന്റെ ചരിത്രം പറയുന്നുണ്ടല്ലോ. നിന്റെ വളഞ്ഞ കാല് നേരെയായെന്ന് നീ പറഞ്ഞു. അതിനുശേഷം നിന്റെ ജീവിതം എങ്ങനെ? ഇപ്പോഴും നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണയ്ക്ക് ശേഷം ധ്യാന മന്ദിരങ്ങൾ അടച്ചിരിക്കുന്നു, അവിടെ എങ്ങും പ്രാർത്ഥന ഇല്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് നിന്റെ വിവരക്കേടല്ലേ? ചന്ദ്രനിൽ എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് ഇവിടെ ഇരുന്നുകൊണ്ടറിയാം അല്ലേ? ഉപഗ്രഹങ്ങൾ ജീവിതത്തെക്കുറിച്ച് അറിയാം, അതും ഇതും അറിയാം. നിന്റെ വീടിന്റെ മുൻവശത്ത് കിടക്കുന്ന ധ്യാന മന്ദിരത്തിൽ ധ്യാനമുണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം നമുക്ക് കുറഞ്ഞു പോയി എന്നുള്ളതാണ് അതിന്റെ സൂചന. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾ എനിക്കറിയാം,
ഡിവൈനിലും പോട്ടയിലും തുടങ്ങിയിട്ടുള്ള അനേക ധ്യാന മന്ദിരങ്ങളിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു തലമുറ ഇവിടെ ഇരിപ്പുണ്ട്. ചോദ്യം, നിങ്ങളുടെ മക്കൾ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളുമായിട്ട് നിങ്ങൾ ഒരുമിച്ചൊരു ധ്യാനം കൂടിയിട്ടുണ്ടോ? ധ്യാനം കൂടിയിട്ടുണ്ടോ? ഒരുമിച്ച് നിങ്ങൾ കുടുംബമായിട്ട് പോട്ടയിലും ഡിവൈനിലും എവിടെയെങ്കിലും കുടുംബം ഒരുമിച്ച് ധ്യാനം കൂടിയിട്ടുള്ള കുടുംബങ്ങൾ മാത്രം ഒന്ന് കൈപൊക്കിക്കേ. കുടുംബം ഒരുമിച്ച്, ശ്രദ്ധിക്കുക, കുടുംബം ഒരുമിച്ച് ധ്യാനം കൂടിയിട്ടുള്ളവർ. കളിയാക്കാനൊന്നുമല്ല, അറിയാൻ വേണ്ടിയിട്ടാ. കൊള്ളാം, കൈതാത്തിക്കോ. അധിക നേരം കൈപൊക്കി പിടിച്ചിട്ടുകൊണ്ടിരിക്കാതെ നല്ലത്. കാരണം ഭൂരിഭാഗം പേരും കുടുംബങ്ങൾ ഒരുമിച്ച് ധ്യാനം കൂടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയും, അച്ചോ സമയക്രമീകരണം, അച്ഛാ ഞങ്ങൾ ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് കിട്ടത്തില്ല അച്ഛാ. പറയാൻ ഇഷ്ടം പോലെ എക്സ്ക്യൂസ് ഉണ്ട്, പറയാൻ ഇഷ്ടം പോലെ എക്സ്ക്യൂസ് ഉണ്ടെന്ന്. വേറെ എല്ലാ കാര്യത്തിനും സമയമുണ്ടല്ലോ, വേറെ എല്ലാ കാര്യത്തിനും സമയമുണ്ട്. ധ്യാനം, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി ഒരു 2 ദിവസം മാറ്റിവെക്കാൻ സമയമില്ലെന്ന്. പണ്ടത്തെ പോലെ ശുശ്രൂഷയ്ക്ക് ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ സമയമില്ലാത്തത് കൊണ്ട് പല ധ്യാന മന്ദിരങ്ങളിലും വെള്ളിയാഴ്ച തുടങ്ങി ശനി ഞായർ കുഞ്ഞു ധ്യാനം നടത്തുന്നുണ്ട്. എവിടെയെങ്കിലും പോയിട്ട് 2 ദിവസം. എൻ്റെ പ്രിയരെ, തൃശ്ശൂരുകാരെ, ഒരു നന്മ പ്രവർത്തി ചെയ്യണേ. 2025 തീരുന്നതിന് മുമ്പ് ഏതെങ്കിലും ധ്യാന മന്ദിരത്തിൽ ഒന്ന് പോയി ഇരിക്കണം, 2 ദിവസത്തേക്കെങ്കിലും. നിങ്ങൾ മാറി നിൽക്കൂ. എന്തൊരു സമാധാനം എന്നറിയോ? ആർക്ക്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പോകുമ്പോൾ വീട്ടിൽ എന്തൊരു സമാധാനം എന്നറിയോ? ഒന്ന് മാറി നിൽക്കണം, വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം. ചിലരുടെ ചിന്ത, അച്ഛാ വീട്ടിൽ നിന്ന് ഞാൻ മാറി നിന്നാൽ വീടിന്റെ താളം തെറ്റിപ്പോവും. തെറ്റട്ടെ, എന്ത് തെറ്റാനാ? ചിലരുടെ ചിന്ത അങ്ങനെ തലയ്ക്കകത്ത് കയറിയിരിക്കും, ഞാനിപ്പോൾ വീട്ടിലില്ലെങ്കിൽ വീട്ടിലുള്ള മൊത്തം കാര്യങ്ങൾ തെറ്റിപ്പോവും. വെറുതെ. ഇതൊക്കെ നമ്മുടെ തലയ്ക്കകത്തുള്ള പൊട്ടത്തരം. നമ്മളില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. അതേന്ന് നമ്മളിത് ജീവിതാവസാനം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകാവസാനം വരെ അങ്ങ് വീട്ടിൽ തന്നെ ഇരിപ്പൊന്നും അല്ലല്ലോ. നമ്മളെല്ലാവരും മരിക്കത്തില്ലേ? മരിക്കും. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2025 ദേ ഏതെങ്കിലും ഒരു ധ്യാന മന്ദിരത്തിൽ പോയി ഒരു ധ്യാനം ഒന്ന് മാറി, വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. ഒന്ന് ശ്രമിക്കൂ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകത്തെ കുറിച്ചാണ് പറയണത്. ജീവിതത്തിന്റെ അടിസ്ഥാന ശൈലികൾക്കൊരു മാറ്റം വരുത്തണം. അല്ലാതെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പണ്ട് മുതൽ എൻ്റെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, ഞാൻ ഇങ്ങനെയാണ് അതും പറഞ്ഞിരുന്ന പോലെ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യണം, നമ്മൾ അതിനെ തകർക്കണം. എന്നിട്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള അഭിഷേകം നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നെ. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോകും. എന്തിനെന്നറിയോ? ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം വേണം. പ്രൈസ് ദി ലോർഡ്. ചുറ്റുവട്ടം നിൽക്കുന്ന ഒരു 4-5 പേർക്കെങ്കിലും ഒന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം വേണം. പറഞ്ഞു കൊടുത്തേ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് പ്രധാനപ്പെട്ടതാണ്. ഈ കാലഘട്ടത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. നമ്മൾ ഇന്നലകളിൽ ഏതെല്ലാം തരത്തിൽ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ അതെല്ലാം ജ്വലിപ്പിക്കപ്പെടുന്ന ഇരട്ടി അഭിഷേകത്തിന്റെ വലിയൊരു കൃപ ഇന്ന് ഈ കൂടാരത്തിൽ സംഭവിക്കപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ വേണ്ടത് ഈ 2025 ജീവിക്കാനുള്ള ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം. നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ പഠന മേഖലകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചോളൂ. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനം പഠിപ്പിക്കുന്നു, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തളർന്ന ഓരോരുത്തരുടെ മേലും, ക്ഷീണിച്ച ഓരോരുത്തരുടെ മേലും, മങ്ങിപ്പോയ ജീവിതത്തിൽ വരണ്ട അനുഭവങ്ങളുള്ള ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോളൂ. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 46-ാം തിരുവചനം, അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു. എവിടെ വചന ശുശ്രൂഷയുണ്ടോ, എവിടെ ദൈവവചന ശുശ്രൂഷയുണ്ടോ അവിടെ അത്ഭുതകരമായ സ്തുതിപ്പും പ്രാർത്ഥനയും അന്യഭാഷകളിലൊക്കെ സംസാരിക്കും. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവർത്തനം 11-ാം അധ്യായം 15-ാം തിരുവചനം, ഞാൻ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേൽ എന്നതുപോലെ തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. എന്റെ പ്രിയരെ, 2 കരങ്ങളും നിനക്ക് എത്രത്തോളം ഉയർത്തിപ്പിടിക്കാമോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ചോണം. ഈ നിമിഷം നിന്റെ ശരീരം നീ പരിശുദ്ധാത്മാവിന് കൊടുക്കണം. ശരീരത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. ഈ ശരീരത്തിൽ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്ന സമയമാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്
ആദ്യ പന്തക്കുസ്തായിൽ പരിശുദ്ധ അമ്മ പതറിപ്പോയ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചതുപോലെ നിന്റെ ജീവിതത്തെയും ചേർത്ത് പിടിക്കുന്നു. നീ ആര് തന്നെയാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ എത്ര തളർച്ചയും തകർച്ചയും വന്ന് സംഭവിച്ച വ്യക്തിയാണെങ്കിലും, ഇതാ നിന്നെ പരിശുദ്ധ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ ബലപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരൊറ്റ വിളി, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വേറെ ഒന്നിനും വേണ്ടിയല്ല, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന. സ്വരമുയർത്തി, നാവ് തുറന്ന്, ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഒരു അഭിഷേകം, തീ കത്തുന്ന അഭിഷേകം, കൊടുങ്കാറ്റടിക്കുന്ന അഭിഷേകം ഈ മണ്ണിൽ സംഭവിക്കപ്പെടട്ടെ. വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ കൃപ, അഭിഷേകം. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ദൈവ ചൈതന്യം ഈ ശുശ്രൂഷ സമയത്ത് ഈ മണ്ണിലേക്ക് വെളിപ്പെടുന്ന സമയമാണ്. ഓരോ വ്യക്തികളും ആഗ്രഹിക്കണം, ആത്മാവേ, ഒരു പുതിയ അഭിഷേകം, പുതിയ ശക്തി എന്റെ മേൽ നിറയണം, ആഗ്രഹിക്കണം. കൈയടിച്ചേ, കൈയടിച്ചേ, പോരാ, നന്നായിട്ട് കൈയടിച്ചേ. ആമേൻ, ആമേൻ. ആഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം വേണം. ആഗ്രഹിച്ച് നന്നായിട്ട് കൈയടിച്ച പോരാ, കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ശക്തിയോടെ, ശക്തിയോടെ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആമേൻ, ആമേൻ. പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, ആമേൻ. പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, ഒഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, ഒഴുകണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് ഒഴുകട്ടെ. ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് തന്നെ സംഭവിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, തീ കത്തുന്ന അഭിഷേകം, കാറ്റടിക്കുന്ന അഭിഷേകം, ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. വരണ്ട ഓരോ ജീവിതങ്ങളും പരിശുദ്ധാത്മാവിൽ ചലിക്കുന്നു, ഒരു പുത്തൻ അഭിഷേകത്താൽ ചലിക്കുന്നു. ഓ, ഈ ശുശ്രൂഷ സമയത്ത് തന്നെ സംഭവിക്കട്ടെ. കൈയടിച്ചേ, കൈയടിച്ച്, കൈയടിച്ച് അഭിഷേകത്തോടെ. ആമേൻ, ആമേൻ. നന്നായിട്ട് കൈയടിച്ച പോരാ, ഒന്ന് വലത്തോട്ട് ഇടത്തോട്ട് ചരിഞ്ഞ് കൈയടിച്ചേ. ആമേൻ. കണ്ണു തുറന്ന് ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ നോക്കി കൈയടിച്ചേ. ആമേൻ, ആമേൻ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു, ഞങ്ങൾ വരുന്നു തിരുസവിധേ. പഠിയേ നാഥാ, നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളും അനുഗ്രഹിക്കൂ. എല്ലാവരും പാടൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളും അനുഗ്രഹിക്കൂ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പഠിക്കേ. ഉണർവിൻ വരം ലഭിപ്പാൻ ഉണർവിന്റെ വരം ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, 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 നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ആമേൻ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്നൊരൊറ്റ വിളി, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ചലിപ്പിക്കട്ടെ. ഓരോ വ്യക്തിയുടെയും ശരീരത്തെ ചലിപ്പിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഇതാ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു, നിന്റെ മേൽ പ്രവർത്തിക്കുന്നു.
വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ചലിക്കട്ടെ 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 ചലിക്കട്ടെ. കൈയടിച്ച് ശക്തിയോടെ കൈയടിച്ചേ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുക്കാൻ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനതാ. നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പന്തക്കുസ്തനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. അന്തക്കുസ്തനാളെ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടെ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ വിളിക്കട്ടെ വിളിക്കട്ടെ വിളിക്കട്ടെ. ഓ ആത്മാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അത്ഭുതകരമായ ഒരു ദൈവിക ദർശനം സംഭവിക്കട്ടെ. ആദിമ ക്രൈസ്തവ ജനത്തിൽ സംഭവിച്ച അതേ പരിശുദ്ധാത്മ ശക്തി ഈ ദൈവജനത്തിൽ സംഭവിക്കപ്പെടട്ടെ. എല്ലാ കെട്ടുകളും പരിശുദ്ധാത്മാവ് അഴിക്കട്ടെ. ഒരു പുതിയ പന്തക്രിസ്താവ് ഓരോ വ്യക്തികളുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ദൈവിക ശക്തി വെളിപ്പെടുത്തട്ടെ. ഇതാ ഈ നിമിഷം തന്നെ സംഭവിക്കപ്പെടട്ടെ. ദൈവജനത്തിന്റെ മേൽ സംഭവിക്കപ്പെടട്ടെ. കെട്ടുകൾ അഴിച്ച് പരിശുദ്ധാത്മ ശക്തി ഓരോ വ്യക്തികളെ നയിക്കട്ടെ. കൈയടിച്ച് കൈയടിച്ച് ആമേൻ 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 ആമേൻ. യേശുവേ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. തൂമഞ്ഞു പോലെ ആമേൻ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. ആമേൻ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. പ്രാർത്ഥിച്ചു പാടിക്കേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. ആമേൻ ആമേൻ. സിഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ ശിഷ്യരില നീ പകർന്നതുപോൽ. സിഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ ശിഷ്യരില നീ പകർന്നതുപോൽ. ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പരിശുദ്ധാത്മാവേ പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. ഞങ്ങൾക്കിന്നു നൽകിടണേ. ഞങ്ങൾക്കിന്നു നൽകിടണേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ അഭിഷേകം ലഭിക്കപ്പെടുവാൻ ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ആദിമ ക്രൈസ്തവ ജനതയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ കൈയടിച്ച് പരിശുദ്ധാത്മാവേ. ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ തീയായി നിറയണമേ. എല്ലാവരും തീയായി നിറയണമേ. ആമേൻ. തീയായി നിറയണമേ. 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 തീയായി നിറയണമേ.
കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ചങ്കുപൊട്ടി വിളിക്കട്ടെ, പരിശുദ്ധാത്മാവേ. അഭിഷേകത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ മേലെ ജ്വലിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, ദൈവശക്തി ഓരോ വ്യക്തികളുടെ മേലെ വെളിപ്പെടുത്തട്ടെ. കാറ്റടിക്കട്ടെ, തീ കത്തട്ടെ, കാറ്റടിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി ഓരോ വ്യക്തിയുടെ മേൽ വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകത്തിന്റെ ശക്തി. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, ആത്മാവേ. ആരാധന 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 ആരാധന. അഭിഷേകത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തികളിലേക്ക് വെളിപ്പെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. ഈ കാലഘട്ടത്തിന് അഭിഷേകം നൽകി എന്നെ ബലപ്പെടുത്തണമേ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ, ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ. നിന്റെ തളർന്ന ജീവിതത്തെ പരിശുദ്ധാത്മാ ബലപ്പെടുത്തുന്നു. നിന്റെ ഉണങ്ങി വരേണ്ട അവസ്ഥകളെ പരിശുദ്ധാത്മാ ബലപ്പെടുത്തുന്നു. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ അത് സംഭവിക്കപ്പെടുന്നു. ആരാധന 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോളൂ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അത്ഭുതകരമായിട്ട് കൂട്ടായ്മയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആത്മാവ് വലിയ മധ്യസ്ഥ പ്രാർത്ഥന ചൈതന്യം അനേകരിലേക്ക് ഇത് അഭിഷേകമായിട്ട് നൽകുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം, ആദിമ ക്രൈസ്തവ ജനതയ്ക്കുണ്ടായിരുന്ന അഭിഷേകം ഇതാ നിനക്കും പരിശുദ്ധാത്മാവ് നൽകുകയാണ്. അനേകം വ്യക്തികളുടെ ശിരസിന് മുകളിൽ ബൈബിള് തുറന്നു പിടിക്കപ്പെട്ടതായി എന്ന് പറഞ്ഞാൽ വചനാഭിഷേകം നൽകപ്പെടുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിത ചൈതന്യത്തെ ബലപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു. നിന്റെ ജീവിതം ഇങ്ങനെ ജീവിച്ച പോരാ, ഈശോയ്ക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, ഈശോയ്ക്ക് വേണ്ടി നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നു, നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണ്ടേ? എന്നും എപ്പോഴും ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതിയോ? ദേ പ്രാർത്ഥനാ ചൈതന്യം അനേകരുടെ ഉള്ളിൽ അത്ഭുതകരമായിട്ട് പരിശുദ്ധാത്മാവ് നൽകുന്നു. തടസ്സങ്ങൾ പരിശുദ്ധാത്മാവ് മാറ്റുന്നു, തടസ്സങ്ങൾ പരിശുദ്ധാത്മാവ് മാറ്റുന്നു. കർത്താവ് നിന്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാ അഭിഷേകം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്നൊക്കെ അകന്നുപോയ അനേകർക്ക് തിരിച്ചു നടക്കാൻ പരിശുദ്ധാത്മാവ് ബലം നൽകുന്നു. നീ ഒറ്റപ്പെട്ടു പോകരുത്. കൊറോണയ്ക്ക് ശേഷം നീ പ്രാർത്ഥനാ ഗ്രൂപ്പൊക്കെ ചിലത് മറന്നുപോയോ? നിനക്ക് ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ചൈതന്യം നഷ്ടപ്പെട്ടു പോയോ? എത്ര ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നതാ ചിലരൊക്കെ. എന്തേ കുറഞ്ഞു പോയത്? എന്തേ മരവിച്ചു പോയത്? വീണ്ടും ജ്വലിക്കണം, വീണ്ടും പ്രാർത്ഥിക്കണം. ചില ധ്യാന മന്ദിരങ്ങളിൽ ചില ശുശ്രൂഷകൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന വ്യക്തികളൊക്കെ മടി പിടിച്ച് ഇപ്പൊ ക്ഷീണമാണ്, വയ്യ, ചില കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ പറഞ്ഞ് മാറിപ്പോയോ? ഇതാ പരിശുദ്ധാത്മാവ് നിന്നെ ചൂട് പിടിപ്പിക്കുകയാണ്. തീ കത്തുന്ന അഭിഷേകം നിനക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇങ്ങനെ ജീവിച്ച പോരാ. ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അന്വേഷിച്ച് നടന്നാൽ മതിയോ? നിന്റെ വീട്ടിലെ ഓരോരോ കാര്യങ്ങൾക്ക് മാത്രം അന്വേഷിച്ച് നടന്നാൽ മതിയോ? നീ ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? നീ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കണം. നിന്റെ ജീവിതത്തിൽ 24 മണിക്കൂറുള്ള സമയത്തിൽ നിന്റെ 24 മണിക്കൂർ സമയം നീ എങ്ങനെ ഉപയോഗിക്കുന്നു? ഓരോ വ്യക്തിയും സ്വയം ഒന്ന് ചിന്തിച്ച്, എന്റെ ജീവിതത്തിൽ എനിക്കുള്ള 24 മണിക്കൂർ സമയം, ഒരു ദിവസം ഞാൻ എത്ര സമയം ദൈവകാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു? അതോ ഞാൻ എപ്പോഴും എൻ്റെ കാര്യം മാത്രം, എൻ്റെ വീട്, എൻ്റെ സ്ഥലം, എൻ്റെ മണ്ണ്, എൻ്റെ കാര്യങ്ങൾ മാത്രം, ഇതിനു വേണ്ടി മാത്രം ഓടുകയാണോ? ഇന്നല്ലെങ്കിൽ നാളെ ഈ മണ്ണോട് മണ്ണായിട്ട് തീരേണ്ട വ്യക്തിയാണ് ഞാനും നീയും. സ്വർഗീയമായ വലിയൊരു കൃപയില് മുന്നോട്ട് ജീവിക്കേണ്ട വ്യക്തിയാണ്. ഈ ലോക ജീവിതത്തിന് ശേഷവും നിത്യം നിലനിൽക്കുന്ന ഒരു ജീവിതമുണ്ട്. നിത്യജീവൻ നിനക്കുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവേ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നു. ഞാൻ കർത്താവെ ഏറ്റെടുക്കുന്നു.
രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുന്നത് പോലെ നീട്ടിപ്പിടിച്ച്, രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് പ്രതിജ്ഞ എടുക്കുന്ന പോലെ നീട്ടിപ്പിടിച്ച് കണ്ണടച്ച്. ഈ ശരീരം ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. 1 കൊരിന്തോസ് 6:19-20 നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഈ ശരീരം വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ്. ഈ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ശരീരമാണ്. പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് എന്നോടും നിന്നോടുമാണ്. എൻ്റെ ഈ ശരീരം കൊണ്ട് ഞാൻ എത്രത്തോളം എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എത്രത്തോളം ഞാൻ സ്വാർത്ഥപരമായ കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്നു. ഇങ്ങനെ ജീവിച്ച പോരാ. ഇതാ ഈ ശുശ്രൂഷ സമയത്ത് അനേകരുടെ ചെവിക്കുള്ളില് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ സന്ദേശമായിട്ട് പറയുന്നു. ചില കാര്യങ്ങൾ നീ ചെയ്യണം, ചില ദൈവിക ശുശ്രൂഷകൾ നീ ഇറങ്ങിത്തിരിക്കണം. നീ വീട്ടിലിങ്ങനെ അടഞ്ഞിരുന്നാ പോരാ, ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ശുശ്രൂഷ മേഖലയിൽ നീ ജ്വലിക്കണം. എപ്പോഴും ക്ഷീണമാണ്, മരവിപ്പാണ്, എനിക്കതിനുള്ള കഴിവില്ല എന്നും പറഞ്ഞ് മാറി ഒറ്റയ്ക്കിരുന്നാ പോരാ. മറിച്ച് കൂട്ടായ്മയോട് ചേരണം, ഇടവക കൂട്ടായ്മയോട് ചേരണം, ശുശ്രൂഷകളോട് ചേരണം. കർത്താവേ, ഈ രണ്ട് കരങ്ങളും നീട്ടിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നു, പരിശുദ്ധ അമ്മ ചെതറിപ്പോയ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും ഞാനും എൻ്റെ ജീവിത വഴികളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. ചെതറിപ്പോയ ശിഷ്യന്മാരെ ചേർത്ത് പിടിക്കാൻ ഒരു അമ്മയുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ അവസ്ഥ എന്താ? എൻ്റെ വീട്ടിൽ ഞാൻ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നുണ്ടോ? മാനസിക ദുഃഖമുള്ള ചിലരൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. കുടുംബ പ്രാർത്ഥന, ദൈവികമായ കാര്യങ്ങളിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ശുശ്രൂഷ വരമാണ്. കർത്താവേ, പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ചതുപോലെ ഞങ്ങളും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദേശത്തിന് വേണ്ടി കർത്താവെ വലിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ രണ്ട് കരങ്ങൾ നീട്ടി ഒരു പ്രതിജ്ഞ പോലെ നമ്മൾ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇരിക്കാം. സ്വസ്ഥമായിട്ടിരുന്നേ, സ്വസ്ഥമായിട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ഇനി എങ്ങനെ ജീവിക്കണം എന്നുള്ള വലിയ ഒരു ചോദ്യത്തിന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പരിശുദ്ധ അമ്മ ചിതറിപ്പോയ പകച്ചു നിന്നിരുന്ന ഓരോ ശിഷ്യന്മാരെയും വിളിച്ച് ചേർത്ത് നിർത്തിയിട്ട് ആ മക്കളോട് പറഞ്ഞു, മക്കളെ, നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ഈ ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ നിന്ന് ഒരു ധ്യാന പ്രസംഗം നടത്തുന്നത് പോലെ എന്നോടും നിന്നോടും പറയുന്ന കാര്യം, മക്കളെ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒരു 2-ാം പന്തക്കുസ്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ? ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്താണ് മെച്ചം? ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ, ആര്? ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ, ഇന്നത്തെ വിശുദ്ധൻ, എപ്പോഴും ഇങ്ങനെ മൊഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. എന്നാന്നറിയാവോ? കം ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞേ. ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക. എപ്പോഴും, എല്ലായ്പ്പോഴും ഈ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ അങ്ങനെ വിശുദ്ധനായത്. എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു, പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേ എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ പരിശുദ്ധാത്മാവ് ബാക്കി എല്ലാ കാര്യങ്ങളെയും ക്രമീകരിച്ചു കൊള്ളും. ഒന്ന് കൈയടിച്ച് പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 15-ഉം 16-ഉം ഒന്ന് വായിച്ചേ. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14, 14-ാം അധ്യായം അതിന്റെ 15-ഉം 16-ഉം തിരുവചനം. ഒരു സുന്ദരമായ കാര്യം ഇവിടെ ഈശോ വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ് ആണ്. ഒന്ന് തുറന്ന് വായിച്ചേ. 14-ാം അധ്യായം 15-ഉം 16-ഉം. നിങ്ങൾ
എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. എന്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഹല്ലേലൂയാ. ഹല്ലേലൂയ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ആദ്യത്തെ വചനം പറയുമ്പോൾ ഒന്ന് ഏറ്റു പറയണേ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം തിരുവചനം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. എഴുതാത്തിക്കേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട തൃശ്ശൂരുകാരെ, ഈശോയെ സ്നേഹിക്കുന്നവർ കൈപൊക്കൂ. വെരി ഗുഡ്. എല്ലാവർക്കും ഈശോയുടെ സ്നേഹമാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പന പാലിക്കും. കൽപ്പന പാലിക്കുന്നവർ കൈപൊക്കിക്കേ. ആലോചിച്ച് കൈപൊക്കിയാൽ മതി, സമയമുണ്ട്, ധൃതിയൊന്നും വേണ്ട. കൽപ്പന പാലിക്കുന്നവർ. യെസ് യെസ്, ഞാൻ കൽപ്പനയെല്ലാം പാലിച്ച് ജീവിക്കുന്നു. കൈ താന്നോ? ഒന്ന് രണ്ട് പേര് കാര്യം മനസ്സിലാകാതെയാണോ കൈപൊക്കിയിരിക്കുന്നത്? കൽപ്പനയെല്ലാം പാലിച്ച് ജീവിക്കുന്നു ആണോ? കൽപ്പനയെല്ലാം. ആ ചേച്ചി തല ചൊറിഞ്ഞ് കൈ താത്തിയിട്ട് കളഞ്ഞു. കൊള്ളാം. കൽപ്പനയെല്ലാം. അപ്പൊ നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നില്ലേ? ഉണ്ടോ? ഈശോയെ സ്നേഹിക്കുന്നവർ കൈപൊക്കൂ. എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, കൽപ്പന പാലിക്കുന്നവർ കൈപൊക്കൂ. ഇതെന്തോന്നിത്? കൈ പൊങ്ങുന്നു, താഴുന്നു. ചിലർ ഇച്ചിരി സ്നേഹമുള്ളൂ, ഇച്ചിരി പൊക്കുന്നു അല്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ. ഈശോയെ നമുക്ക് സ്നേഹമാണ്, പക്ഷേ കൽപ്പന പാലിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. പറ്റണ്ടേ അല്ലേ? ഓരോ കുമ്പസാരത്തിന് ശേഷം നമ്മൾ എടുക്കുന്ന തീരുമാനം എന്തുവാ? മനസ്താപ്രകരണം എന്ന പ്രാർത്ഥന അങ്ങോട്ട് മുട്ടുകുത്തി ചെല്ലും. എൻ്റെ കർത്താവേ, ഇതാണ് എൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അവസാനത്തെ ഒരു സെന്റൻസ് ഉണ്ട്. എന്നാന്നറിയാവോ? എന്നതാ? ഇനി ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പോവാണോ? ഇതാണ് കേൾക്കേണ്ട ചേച്ചി. ആ ചേച്ചി കേട്ടില്ല. ബിസ്ക്കറ്റ് തിന്നാൻ പോവാണോ? ഇങ്ങോട്ട് നോക്കൂ. അപ്പൊ പോട്ടെ, ഇങ്ങോട്ട് നോക്കൂ. എന്തുവാ മനസ്താപ്രകരണം എന്ന പ്രാർത്ഥനയുടെ അവസാനം? ഇനി ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും തയ്യാറാന്ന്. എന്ത് ചെയ്യാന്ന്? മരിക്കാന്ന്. ഇതാണ് നമ്മൾ തീരുമാനം എടുത്തത്. പള്ളി വെച്ച് മുട്ടുകുത്തിയിട്ട് പറയും, ഇനി എൻ്റെ വായിന്ന് ഒരു വാക്ക് വരും. ഇത് പറഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് കേട്ടിട്ട് നമുക്ക് തന്നെ അത്ഭുതം. എൻ്റെ വായും തന്നെയാണ് ഇങ്ങനെയൊക്കെ വീണേ അല്ലേ? അയ്യോ, ഞാൻ ഇങ്ങനെയൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചില്ലല്ലോ. പറ്റണില്ലെന്ന്. ആഗ്രഹമുണ്ടോ? ഒന്ന് മൊഴിയാവോ? ആഗ്രഹമുണ്ടോ? എന്തിന്? കൽപ്പന പാലിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. അതല്ല ഇവിടെ വന്ന് നമ്മൾ ഇരിക്കുന്നത്. ഈശോയോട് നിങ്ങൾക്ക് സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈശോയോട് നമുക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ശുശ്രൂഷയിലായിരിക്കുന്നത്, കുമ്പസാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പക്ഷേ കൽപ്പന പാലിക്കാൻ ആഗ്രഹമുണ്ട്. പറ്റണില്ല. വചനം എന്താ പറയണമെന്നറിയോ? ഈശോ പറയാണ്, എൻ്റെ മക്കളെ, നിങ്ങളുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. ഡോണ്ട് വറി. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഡോണ്ട് വറി. നിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് ആഗ്രഹമുണ്ടെന്നറിയാം, പക്ഷേ നിനക്ക് പറ്റണില്ലല്ലോ. വിഷമിക്കേണ്ട. അടുത്ത വചനം എന്താ പറയണത്? ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും. സഹായകൻ. പറഞ്ഞേ, ഉച്ചത്തിപ്പറ. സഹായകൻ. ആരാ ഈ സഹായകൻ? വാ തുറന്നു പറയൂ. പരിശുദ്ധാത്മാവാണ് സഹായകൻ. ഹല്ലേലൂയാ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ റോൾ എന്താ? നിന്നെ സഹായിക്കും. എന്തിന് സഹായിക്കും? കൽപ്പന പാലിക്കാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ നിന്നെ ആര് സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. ഹല്ലേലൂയാ. കഴിഞ്ഞ നാളിൽ ഒരു ശുശ്രൂഷകൻ
എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇന്ന പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോവും, അച്ഛൻ എന്നെ തലേ കൈ വെച്ച് പ്രാർത്ഥിക്കൂ. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ ചേട്ടാ. എന്നാലും ആ ചേട്ടനെ ഒന്ന് ചൊറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം? വെറുതെ. അതെന്നാ അച്ഛൻ അങ്ങനെ ചോദിച്ചത്? പരിശുദ്ധാത്മാവെന്നറിയാൻ അച്ഛൻ പ്രാർത്ഥിക്കൂ. വീണ്ടും ചൊറിയാൻ എനിക്ക് ആഗ്രഹം. ഞാൻ ചോദിച്ചു, ചേട്ടന് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ട് എന്തിനാ? ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ്, എങ്കിൽ ആ ചേട്ടനെ ചൊറിയാൻ ഞാൻ ബോധപൂർവ്വം ചോദിച്ചു, ചേട്ടന് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ട് എന്തിനാ? ആ പുള്ളി എന്നോട് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ട് എന്തിനാന്ന്. എൻ്റെ അച്ഛാ, പരിശുദ്ധാത്മാവ് നിറഞ്ഞുണ്ടല്ലോ, ഞാൻ ശുശ്രൂഷ നടക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും. ഞാനിങ്ങനെ കൈ വീശുമ്പോൾ കർത്താവേ രോഗശാന്തി. ഞാൻ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയം വായിക്കാനുള്ള കൃപ. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് എന്തിനാ? എന്തിനാ? ഈ പറഞ്ഞ കാര്യങ്ങൾക്കാണോ? അല്ലേ? ആണെന്ന് പറഞ്ഞാലും കുഴപ്പം, ആണില്ലെന്ന് പറഞ്ഞാലും കുഴപ്പം. അല്ലെ, പരിശുദ്ധാത്മാവ് എന്തിനാ? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണോ? എന്തിനാ? എന്തിനാ? എന്തിനാണെന്ന് എൻ്റെ അച്ഛാ ഞാനിവിടെ എത്ര ദിവസമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ മകൻ്റെ ജർമ്മൻ കോഴ്സ് B1 B2 ബുദ്ധിയില്ല അച്ഛാ, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പോട്ടെ. ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക. ഞാനാ കൊണ്ടു നടക്കണത്. അന്തോനിസ് ഉണ്ണിയവാളൻ, അപ്പുറത്ത് യൂദാത്ത ദേവൂസ്. എൻ്റെ അച്ഛ, ആ സ്ഥലം വിറ്റ് പോകാൻ എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ അച്ഛ, ആ വീട് പണി നടക്കാൻ, എൻ്റെ അച്ഛ കല്യാണം നടക്കാൻ. ദേ പരിശുദ്ധാത്മാവ് എന്തിനാ? വിസ തടസ്സം മാറാനാണോ? പരിശുദ്ധാത്മാവ് എന്തിനാ? പറയൂ പറയൂ പറയൂ. എന്തിനാ പരിശുദ്ധാത്മാവ്? അത്ഭുതങ്ങളും അടയാളങ്ങൾക്കും വേണ്ടി മാത്രമാണോ? അല്ല, അല്ല. ഇപ്പോൾ വചനം പഠിപ്പിച്ച എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. എന്തിന്? കൽപ്പന പാലിക്കാൻ. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ ജീവിക്കാൻ നിന്നെ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. വിശുദ്ധിയിൽ ജീവിച്ചാൽ ഓട്ടോമാറ്റിക്കലി അത്ഭുതങ്ങളും അടയാളങ്ങളും നിനക്ക് കിട്ടും. ഹല്ലേലൂയാ. അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല ആദ്യം എന്താ? വിശുദ്ധിയിൽ ജീവിച്ചാൽ നിനക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഭാഷാപരവും ജർമ്മൻ വിസയും സ്ഥലം വിൽപ്പന എല്ലാം നടന്നോളും. ആദ്യം എന്നതാ? വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ, പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. എന്തിന് സഹായിക്കും? വിശുദ്ധിയിൽ ജീവിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ പലർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമാണിത്. കാരണം മിക്കവാറും ഉള്ള സമയം മുഴുവനുണ്ടല്ലോ, നമ്മുടെ എനർജിയും സമയവും പ്രാർത്ഥനയും എല്ലാം പലരും ചെലവഴിക്കുന്നത് ഈ ലോകത്തിലെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിന്റെ പ്രാർത്ഥന മുഴുവൻ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കൊടുക്കരുത്. മറിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി നീ ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിനക്ക് പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നുകൊള്ളും. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പുരിഞ്ചാച്ച മനസ്സിലായോ? എവിടെ ബണ്ണ് തിന്നുന്ന തിരക്കിലാണോ? അതെന്തോ അത് ബിസ്ക്കറ്റാണോ? രണ്ടെണ്ണം കൊണ്ട് ഇവിടെയും കൊണ്ട് വെക്കുക വെച്ചേ. എനിക്കും വിശപ്പില്ലേ? ചുമ്മാ തരുന്ന ഞാനാ, എനിക്ക് വിശപ്പ് തോന്നുന്നു. നീ ബിസ്ക്കറ്റ് കൊടുക്കണുണ്ട്. വേണ്ട, ഇവിടെ എവിടെയെങ്കിലും കൊടുത്തു. ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് മസാല ദോശ ഇഷ്ടമാണോ? ഈ സമയത്ത് ചോദിക്കാൻ പറ്റിയ ചോദ്യം. നിങ്ങൾക്ക് മസാല ദോശ ഇഷ്ടമാണോ? പൊതുവെ മലയാളികൾക്ക് മസാല ദോശയോട് ഒരു വീക്ക്നെസ് ഉണ്ടേ, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, അത്യാവശ്യം ഒരു ഒന്നാമതൊരു നല്ല കടയിൽ പോയിട്ട് മസാല ദോശ കഴിക്കാൻ കയറി. ആ കടയിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്തു. എന്ത് ഓർഡർ ചെയ്തു? മസാല ദോശ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ എന്തെല്ലാം വരും ആ പാത്രത്തിൽ? പറയൂ, വാ തുറന്ന് ഇതിനെങ്കിലും ഉത്തരം പറ. പരിശുദ്ധാത്മാവേ എന്നെങ്കിലും പറഞ്ഞില്ല, പോട്ടെ. മസാല ദോശ കഴിക്കാൻ നമ്മൾ ഓർഡർ ചെയ്താൽ എന്തെല്ലാം വരും? പറഞ്ഞേ. സാമ്പാർ, ചട്നി, ചമ്മന്തി. ചട്നിയും ചമ്മന്തിയും ഒന്നാണോ രണ്ടാണോ? രണ്ടും രണ്ടാണ്. ചിലരുടെ ചിന്ത ഒന്നാണ്. ഒന്നല്ലെന്ന്. പച്ചക്കളറ്, മഞ്ഞക്കളറ്, വെള്ളക്കളർ കണ്ടിട്ടില്ലേ? ആ കൊള്ളാം. ഇപ്പോഴാണ് ഒരു ചേട്ടൻ്റെ മുഖം തുറന്നത്. ആഹാ,
ഇത്രയും നേരം ഇങ്ങനെ ഇരുന്നതാ. ഇങ്ങോട്ട് നോക്കിക്കേ, ആ കൊള്ളാം. അപ്പൊ ദേ നമ്മുടെ മുമ്പിൽ എന്താണ് ഇരിക്കുന്നത്? മസാല ദോശ. മസാല ദോശ നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ എന്തൊക്കെ വന്നു? സാമ്പാർ, ചട്നി, ചമ്മന്തി, വട. സത്യത്തിൽ വട മസാല ദോശയുടെ കൂടെ ഉള്ളതാണോ? അല്ല ചേട്ടാ, അത് കച്ചവടക്കാരന്റെ തന്ത്ര. ബുദ്ധിയുള്ള ചായക്കടക്കാരൻ അറിയാം ഇവൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വട കൂട്ടത്തിൽ നൈസായിട്ട് വെച്ചു കൊടുക്കുക, അതിന് വേറെ പൈസ കൊടുക്കണം. നമ്മൾ വിചാരിക്കും ഫ്രീ ആണെന്ന് ഓർത്ത് ഇടി കഴിച്ചോ എന്ന് പറഞ്ഞാൽ ആദ്യം അതെടുത്ത് കഴിക്കും. അങ്ങനെയല്ല, അത് അതിൻ്റെ പാക്കേജിൽ ആഡഡാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, മെയിൻ ഐറ്റം ഏതാ? മസാല ദോശ. അപ്പൊ മസാല ദോശ ഓർഡർ ചെയ്തപ്പോൾ എന്തെല്ലാം അതിൻ്റെ കൂടെ കിട്ടി? പറ. സാമ്പാർ, ചട്നി, ചമ്മന്തി, വട, ഇതെല്ലാം കിട്ടി അല്ലേ? ഞാൻ ആ കടയിൽ ഇരുന്നുകൊണ്ട് ഒരു പാത്രം ചട്നി പറയണോ? വേണ്ട. എന്തു പറഞ്ഞാൽ മതി? മസാല ദോശ ഓർഡർ ചെയ്താൽ അതിൻ്റെ കൂടെ എന്തെല്ലാം കിട്ടും? ചട്നിയും ചമ്മന്തിയും സാമ്പാറും എല്ലാം ഇറ്റ് ഈസ് ആഡഡ് ടു ഇറ്റ്. ഇതെല്ലാം അതിൻ്റെ കൂടെ കിട്ടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വല്ലതും മനസ്സിലായോ? എന്തു മനസ്സിലായി? മസാല ദോശ കഴിക്കണം, അത് മനസ്സിലായി. അതല്ല, ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു ഉപമ പറഞ്ഞതാ. അതായത് പരിശുദ്ധാത്മാവിന് വേണ്ടി നീ ചോദിച്ചാൽ എന്തെല്ലാം കിട്ടും? ചമ്മന്തി കിട്ടും. നിന്റെ പൊന്നു ചേച്ചി, ഓ അത് വെറുതെ ഉപമ. ഇങ്ങോട്ട് നോക്കിക്കേ, ദേ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിച്ചാൽ അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന വ്യക്തിക്ക് അതിൻ്റെ കൂടെ ജർമ്മൻ വിസയും കാനഡ വിസയും സ്ഥലം വിൽപ്പനയും കല്യാണവും വീട്ടിലെ കാര്യങ്ങളും രോഗസൗഖ്യവും എല്ലാം അതിൻ്റെ കൂടെ കിട്ടും. അതല്ല മെയിൻ, അത് ബൈ പ്രൊഡക്റ്റ് ആണ്. മെയിൻ ഐറ്റം ഏതാ? മസാല ദോശയോ? ദൈവമേ, പരിശുദ്ധാത്മാവ്. കറക്റ്റ്. ആ ചേട്ടൻ മാത്രമാണ് എന്നെ ഫോളോ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ്. ആ ചേട്ടൻ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് അടിച്ചിട്ടാണ് ഇരിക്കുന്നത്, ചുമ്മാതല്ല. ഇങ്ങോട്ട് നോക്കിക്കേ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ എന്തെല്ലാം കിട്ടും? അത് തന്നെ. അതിൻ്റെ കൂടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളും കിട്ടുമെന്ന്. അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ഇങ്ങോട്ട് നോക്കിക്കേ, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് മുതൽ ശ്രദ്ധിച്ചോ, രാവിലെ മുതൽ വിസ, സ്ഥലം വിൽപ്പന, ആ കാര്യം, ഈ കാര്യം, മകളുടെ കല്യാണം, മകന്റെ കാര്യം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓടി നടക്കാതെ നീ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇത് അതിൻ്റെ കൂടെ കിട്ടിക്കോളും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പല സത്യക്രിസ്ത്യാനികൾക്ക് ഈ ആത്മീയ രഹസ്യം അറിയാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ഓട്ടാണ്. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അത് കഴിഞ്ഞ് അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, രാവിലെ മുതൽ ഓട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓട്ടം കുറച്ചിട്ട് നീ ഒരൊറ്റ കാര്യം ഫോക്കസ് ചെയ്യ്. പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവ് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഹീസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ആയതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞു പ്രാർത്ഥിക്കണം. നമ്മൾ ഈശോ എന്ന് വിളിക്കുന്നത് പോലെ വിളിക്കേണ്ട ഒരു പേരാണ് ഏത്? ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്ന അർത്ഥം എന്താ? നിന്റെ ഏത് ആവശ്യങ്ങളിലും ഈ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാവണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ ശുശ്രൂഷയുടെ ഭാഗമെന്ന നിലയിൽ ഏറ്റെടുക്കേണ്ട വലിയൊരു ദൗത്യം, ഇനി മുതൽ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചേർത്ത് പിടിക്കും. പരിശുദ്ധ അമ്മ ഈ ബൈബിൾ കൺവെൻഷൻ അവസരത്തിൽ എന്നെയും നിന്നെയും പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ്. ഇത്ര നേരം ഉറങ്ങിപ്പോയി ചേച്ചി, സാരയില്ല, ഇത് കേട്ടോ. ഞാൻ ചേച്ചിനെ നോക്കല്ലേ, നാണം വരും. ഇങ്ങോട്ട് നോക്കൂ. പരിശുദ്ധാത്മാവ് എന്ത്? വേറെ ഒരു കാര്യത്തിനും വേണ്ടി ചോദിക്കാതെ പരിശുദ്ധാത്മാവേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയെല്ലാം നമുക്ക് തന്നുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം, സെന്റ് ലൂക്സ് ഗോസ്പൽ, അതിന്റെ 11-ാം അധ്യായം ഒന്ന് തുറന്നു വായിച്ചേ. നല്ല ഒന്നാന്തരം വചനം ലൂക്കാസ് വിശേഷകൻ നമ്മളെ പഠിപ്പിക്കും. ലൂക്കാസ് വിശേഷം 11-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനം, ചാപ്റ്റർ 11 വേഴ്സ് 9.
അറിയാവുന്ന വചനമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഹല്ലേലൂയ. ചോദിക്കുവിൻ, പറഞ്ഞേ. അന്വേഷിക്കുവിൻ, മുട്ടുവിൻ. എന്തിനു വേണ്ടി ചോദിക്കണം? എന്തിനു വേണ്ടി അന്വേഷിക്കണം? എന്തിനു വേണ്ടി മുട്ടണം? വചനം പഠിപ്പിക്കുന്നു. ദേ നോക്കിക്കേ, അതിന്റെ 13-ാം തിരുവചനം, 11-ാം അധ്യായം 13-ാം തിരുവചനം. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. പരിശുദ്ധാത്മാവ് നീ ചോദിക്കണം. ആർക്ക് വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി നീ ചോദിക്കണം, നീ അന്വേഷിക്കണം. എന്തിനു വേണ്ടി? നീ മുട്ടണം. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി. ഹല്ലേലൂയ. ഇതിന്റെ കൃത്യം ബിബ്ലിക്കൽ അതിന്റെ ട്രാൻസ്ലേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാക്ക് എഴുതിയിരിക്കുന്നത് ചോദിക്കണമെന്നല്ല, ചോദിച്ചുകൊണ്ടേയിരിക്കണം. എന്ത് ചെയ്യണം? ചോദിച്ചുകൊണ്ടേയിരിക്കണം. പറഞ്ഞേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശുശ്രൂഷ സമയത്ത് മാത്രം ചോദിച്ചു നിർത്തി അങ്ങനെയല്ലെന്ന്. ലൈഫ് ലോങ്, ത്രൂ ഔട്ട്. പെട്ടി പോണവരെ. ഏത് പെട്ടി? ശവപ്പെട്ടി. കറക്റ്റ്. പോണ വരെ പ്രാർത്ഥിച്ചോണ്ടിരിക്കണം. എന്ത് പ്രാർത്ഥന? കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ. ചോദിച്ചുകൊണ്ടേയിരിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ചോദിച്ചുകൊണ്ടേയിരിക്കണം. വീണ്ടും പറഞ്ഞേ, അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. പറഞ്ഞു കൊടുത്തേ. മുട്ടിക്കൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ദൗത്യം. ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഒറ്റ ദിവസമല്ല, ഒരു ശുശ്രൂഷ അവസരത്തിൽ മാത്രമല്ല, ത്രൂ ഔട്ട് ജീവിതത്തിൽ എന്നും പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നൊരു ബന്ധം ഉണ്ടാവണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കത്തോലിക്ക സഭയിലെ ഏത് പ്രാർത്ഥന എടുത്തോ ആദ്യത്തെ പ്രാർത്ഥന വരുന്നത് പരിശുദ്ധാത്മാവിനെ വിളിച്ചോണ്ടാണ്. ഏത് ശുശ്രൂഷ നടത്തുമ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ? പരിശുദ്ധാത്മാവ്. ഇവിടെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ പാടിയ പാട്ടുകൾ പരിശുദ്ധാത്മാവിനോടാണ്. നമുക്ക് ഇഷ്ടം പോലെ പാട്ടുകളൊക്കെ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പരിശുദ്ധാത്മാവേ എന്നും പറഞ്ഞുകൊണ്ടുള്ള പാട്ട് പാടുമ്പോഴല്ലോ പെട്ടെന്ന് അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇഷ്ടംപോലെ പാട്ടുകൾ നമുക്കറിയാം. ക്രൈസ്തവ ഭക്തിഗാന മേഖലയിൽ ഇഷ്ടംപോലെ പാട്ട് നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചുള്ള ഏത് പാട്ട് പാടിയാലും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു വിഷയം സംസാരിക്കുമ്പോഴും പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ഒരു സൂപ്പർ നാച്ചുറൽ അതിസ്വാഭാവികമായിട്ടുള്ള ഒരു കൃപ പ്രവർത്തിക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്നവര് ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മ 2-ാം പന്തക്കുസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ ഓരോരുത്തരോടും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നീ വേറെ ഒരു കാര്യത്തിൽ ഇടപെടണ്ട, ഒറ്റ കാര്യം മാത്രം ആഗ്രഹിച്ചാൽ മതി. എന്ത്? പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ. ഈ പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിച്ചാൽ ജീവിതത്തിന്റെ ഗതി അങ്ങ് മാറും. അടിസ്ഥാനം മുഴുവൻ മാറും. നിങ്ങൾക്ക് പരിചയപ്പെടാൻ ഒരു വചനഭാഗം പെട്ടെന്നൊന്ന് വായിക്കുന്നു. അത് അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വചനം ഒന്ന് വായിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വചനം. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. പീലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ഇങ്ങോട്ട് നോക്കിക്കേ, പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന മാറ്റം. നമ്പർ 1, ആ വ്യക്തി ഇനി മുതൽ ഈശോയെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങും, വചനം പറയാൻ തുടങ്ങും. വചനത്തോട് അത്രമേൽ സ്നേഹമുള്ള വ്യക്തിയായി മാറും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിച്ചാൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ്, നീ ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയാകും. ഹല്ലേലൂയ. സമരിയായിൽ പോയെന്ന വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോനെ അറിയാൻ പാടില്ലാത്തിടത്തൊക്കെ ഈശോയെ കൊടുക്കാൻ താല്പര്യമുണ്ടാവും. അടുത്ത വചനം ഒന്ന് വായിച്ച്, അടുത്ത വചനം 6-ാം വചനം ഒന്ന് വായിച്ച്. 6-ാം വചനം. ഫിലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രവിച്ചു. കണ്ടോ എന്താണെന്നറിയോ? ഏക മനസ്സ് പറഞ്ഞേ എന്ന് പറഞ്ഞാൽ ഐക്യം പറഞ്ഞേ. ഐക്യം എവിടെ? പരിശുദ്ധാത്മാ പ്രവർത്തിച്ചാൽ അന്തരീക്ഷത്തിൽ ഐക്യം ഉണ്ടാവും. അവിടെ ഡിവിഷൻ ഉണ്ടാവത്തില്ല.
ഉണ്ടാവില്ലെന്ന്. ഇപ്പൊ നമ്മുടെയൊക്കെ പലതിലും ഡിവിഷൻ വന്നിരിക്കുകയാണ് അല്ലേ? പല രീതികളിൽ വിഭജനം. ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് നീങ്ങേണ്ട ക്രൈസ്തവ ജനതയെ പലതരത്തിൽ പല തട്ടുകളായിട്ട് തിരിച്ച് ഗ്രൂപ്പുകളാക്കി, രൂപതകളാക്കി, സന്യാസഭകളാക്കി, ഇങ്ങനെ പല പല രീതികളിൽ തിരിച്ച് നിർത്തിയിരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭജനം വർദ്ധിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കുറവാണ്. ബൈബിളിൽ പഠിപ്പിക്കുന്നു. എവിടെയെല്ലാം ഐക്യം ഉണ്ടോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. ഐക്യം, ജനത കേൾക്കുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഐക്യത്തിന്റെ ആത്മാവിന് നൽകും. നിന്റെ വീട്ടിൽ ഐക്യം നൽകും. ഹല്ലേലൂയ. തൊട്ടടുത്ത വചനം ഒന്ന് വായിച്ചേ. അടുത്ത വചനം 7-ാം വചനം. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി ഡെലിവറൻസ് എന്ന് പറഞ്ഞാൽ വിടുതൽ. പൈശാചിക ശക്തികളുടെ മേലുള്ള ആധിപത്യം. നീ പിന്നെ ഒന്നിന്റെ മുമ്പിലും ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാമെന്നൊരു ചേച്ചി പറഞ്ഞു, അച്ഛാ എനിക്ക് വല്ലാത്ത ഭയം ഉള്ളിൽ. ഞാൻ ചോദിച്ചു എന്തിനാ? ഞങ്ങളുടെ വീടിനടുത്ത് താമസിക്കുന്ന മറ്റൊരു മതത്തിൽപ്പെട്ടവര് ഞങ്ങൾക്കെതിരെ മന്ത്രവാദം കൂടോത്രമൊക്കെ പ്രയോഗിക്കുന്നു. അച്ഛാ എൻ്റെ ഉള്ളിൽ പേടി. നീ ഇങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട വ്യക്തിയാണോ? മറ്റുള്ളവർ നിനക്കെതിരെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ്. മറന്നു പോകരുതേ. 1 യോഹന്നാൻ 4-ാം വചനം അത്. എന്തെന്നാൽ എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. മന്ത്രവാദത്തിനാണോ നിന്റെ ഉള്ളിലുള്ളതിനാണോ ശക്തി കൂടുതൽ? പറ. നിന്റെ ഉള്ളിലുള്ളത് അത് ദൈവ സാന്നിധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ശക്തി കിട്ടുമ്പോൾ അവിടെ ഡെലിവറൻസ് സംഭവിക്കുന്നു, അത്ഭുതകരമായ സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. എന്നിട്ട് അടുത്ത വചനം ഒന്ന് വായിച്ചേ. 8-ാം വചനം വായിച്ചേ. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. സന്തോഷം എന്താണ്? വെറും സന്തോഷമല്ല, വലിയ സന്തോഷം. പറഞ്ഞേ, വലിയ സന്തോഷം. നിന്റെ വീട്ടിൽ ഈ വലിയ സന്തോഷം വേണോ? എന്ത് വേണം വീട്ടിൽ? പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് നിനക്ക് നല്ല സന്തോഷം നൽകും. ചെറിയ സന്തോഷമൊന്നുമല്ല, വലിയ സന്തോഷം. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ നീ കൂനിപ്പോകത്തില്ല, ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ നീ തളർന്നു പോകത്തില്ല. നിന്റെ ഉള്ളിൽ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത വലിയൊരു സന്തോഷം ഉള്ളിലുണ്ടാവും. ഹല്ലേലൂയ. ബൈബിളില് അങ്ങനെ സന്തോഷം അനുഭവിച്ച ഒരു വ്യക്തിയെ പെട്ടെന്നൊന്ന് പരിചയപ്പെട്ട് അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം അതിന്റെ 6-ഉം 7-ഉം തിരുവചനം അവിടെ പഠിപ്പിക്കുന്നത് പത്രോസിനെ കുറിച്ചാ. ആരെ കുറിച്ചാ? പത്രോസ്. 6-ാം വചനത്തിൽ ഇങ്ങനെയാണ്: പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹേറോദോസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. കൊള്ളാം. ആര്? പറ, ആര്? എവിടെ? കാരാഗ്രഹത്തിൽ. അയാളുടെ അവസ്ഥ എന്താ? നേരം വെളുക്കുമ്പോൾ അയാൾ കൊല്ലപ്പെടാൻ പോവുക. അപ്പോഴാണ് അയാള് സുഖമായി ഉറങ്ങുന്നത്. എങ്ങനെയുണ്ടാവും ഉറക്കം? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കോ മനുഷ്യരെ. നാളെ ഒരു പരീക്ഷയുണ്ടെങ്കിൽ തലേ ദിവസം അമ്മയ്ക്കാണോ കൊച്ചിനാണോ ഉറക്കമില്ലാത്തത്? കൊച്ചു കിടന്നുറങ്ങും, അമ്മയ്ക്ക് ഞെരിവിരി. എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ചൊന്നും പഠിച്ചില്ലല്ലോ അല്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ. നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ടെൻഷൻ, നാളെ ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഭാരം. ഇവിടെ ഒരുത്തൻ മരിക്കാൻ പോകുമ്പോ തലേ രാത്രി ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടന്ന് ഉറങ്ങണമെന്ന്. ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നവരെ കുറിച്ചല്ല പറയണത്, മറിച്ച് പത്രോസ് അവിടെ കിടന്ന് ഉറങ്ങി. ഇനി എങ്ങനെയാ അവന്റെ ഉറക്കം എന്നറിയണോ? അടുത്ത വചനം ഒന്ന് വായിച്ചേ. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയിലാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിന്റെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവന്റെ കൈകളിൽ നിന്നും ചങ്ങലകൾ താഴെ വീണു. ഹല്ലേലൂയാ. ചങ്ങലക്ക് ഇട്ട് കിടക്കുക. ഒന്ന് 2 കരങ്ങൾ ഇങ്ങനെ പിടിച്ചേ. ചങ്ങലയിൽ ഇങ്ങനെ കിടക്കുക. എന്നിട്ടൊന്ന് കണ്ണടച്ചേ. ആഹാ, കൊള്ളാം. കൈ പൊക്കാതെ തന്നെ ഞാൻ കണ്ണടച്ചിരിക്കുമായിരുന്നല്ലോ അച്ഛാ, അല്ലേ? ഇങ്ങനെ കിടക്കുക. ആര്? പറ. പത്രോസ് ഇങ്ങനെ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് നല്ല ഉറക്കം. മുമ്പിൽ ആര് വന്ന് നിൽക്കുന്നു?
മാലാഖ വന്നെന്ന് വലിയ പ്രകാശം, കൈതാത്തിക്ക് വലിയ പ്രകാശം. ഈ വലിയ പ്രകാശം ഇത്രപ്പാട് ഒച്ചപ്പാടും ബഹളം ഉണ്ടായിട്ടും നമ്മുടെ പത്രോസ് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന ഗാഢമായ നിദ്ര. അപ്പൊ മാലാഖ എന്ത് ചെയ്തു? അവന്റെ പാർശ്വത്തിൽ 2 അടി കൊടുത്തു. അടുത്തിരിക്കുന്ന ആളുടെ തോളത്തൊട്ട് 2 തട്ട് തട്ടിക്കോട്ടെ. എഴുന്നേക്കാൻ പറ. ഉണർവ്, എഴുന്നേക്ക്. ആ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പത്രോസിന്റെ തോളത്ത് തട്ട് മാലാഖ തട്ടിയിട്ട് പറഞ്ഞു, എഴുന്നേക്ക്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതത്തിന്റെ വലിയൊരു ദുരന്ത മുഖത്ത് ഉറങ്ങണമെങ്കിൽ ആ മനുഷ്യന്റെ ഉള്ളിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവിന്റെ ആനന്ദം ഉണ്ടെന്ന്. ഈ ഭൂമിയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും നീ കുലുങ്ങത്തില്ലെന്ന്. നിനക്കെതിരെ എന്തെല്ലാം അപവാദങ്ങളും പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ഉണ്ടായാലും നീ കുലുങ്ങത്തില്ല. കാരണം നിന്റെ ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 2ാം പന്തക്കുസ്തായുടെ അഭിഷേകം, ഈ കാലഘട്ടത്തിന്റെ 2025 അഭിഷേകം. അതിനാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങളും ഇരുന്നുകൊണ്ട് തന്നെ ഉയർത്തിപ്പിടിച്ചേ. കണ്ണടച്ചോളൂ. ഓ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. കണ്ണുകളടച്ച് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചോളൂ. പരിശുദ്ധ അമ്മ ചിതറിപ്പോയ ശിഷ്യന്മാരെ, അസ്വസ്ഥരായിരുന്നവരെ ഒരുമിച്ച് കൂട്ടി പന്തക്കുസ്തായ്ക്ക് ഒരുക്കിയതുപോലെ ഈ കാലഘട്ടത്തിൽ ഈ മരിയൻ കൺവെൻഷനിലൂടെ നിന്നെയും എന്നെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മറിയം പറയുന്നു, മകനെ, മകളെ, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാവിന്റെ ശക്തി കൊണ്ട് നിറയപ്പെടണം. അപ്പസ്തോല പ്രവർത്തനം 1:8 എൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം എന്നിൽ നിറയപ്പെടട്ടെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോളൂ. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം നിന്നിൽ നിറയട്ടെ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം, ആദിമ ക്രൈസ്തവ ജനതയിൽ ഉണ്ടായിരുന്ന അത്ഭുതകരമായ സാന്നിധ്യം നിന്നിൽ നിറയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.